121 സങ്കീർത്തനം 1 മുതലുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട്. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തിയിരിക്കുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. ദൈവമേ, ഇവിടെ ആയിരിക്കുന്ന ഞങ്ങളെല്ലാവരും കർമ്മല സഭയിലെ കർമ്മല മലയിലേക്ക് ഞങ്ങൾ നോക്കുന്നു. അവിടുന്നാണ് ഞങ്ങളെ സൃഷ്ടിച്ചതും പരിപാലിക്കുന്നതെന്ന് അറിയുന്നു. ഞങ്ങളെ അവിടുത്തോട് ഒന്നായി തീരുവാൻ യോഗ്യരാക്കണമേ, അനുഗ്രഹിക്കണമേ, വഴി നടത്തണമേ. അൾത്താരയിൽ നമുക്ക് വേണ്ടി ബലിയർപ്പിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട പോളച്ചൻ്റെയും ആവിലാസതൻ്റെ എല്ലാമായ പ്രിയപ്പെട്ട സഹോദരതുല്യം സ്നേഹിക്കുന്ന റാപ്സൻ അച്ഛൻ്റെയും സെബാസ്റ്റ്യൻ കാക്കരിലച്ഛൻ്റെയും ജോസഫ് അച്ഛൻ്റെയും സഹോദരതുല്യം സ്നേഹിക്കുന്ന ബാവുപ്പൊളച്ചൻ്റെയും മാറ്റനച്ഛൻ്റെയും അനുഗ്രഹവും പ്രാർത്ഥനയും യാചിച്ചുകൊണ്ട്, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെയും അനുഗ്രഹവും പ്രാർത്ഥനയും യാചിച്ചുകൊണ്ട്, അഴുകാത്ത ഹൃദയത്തിന് ഉടമയായ ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യായുടെ പ്രിയപ്പെട്ട അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, യുവതീവാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും പ്രാർത്ഥനാപൂർവം വിശുദ്ധ അമ്മ ത്രേസ്യായുടെ തിരുനാളിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും സ്നേഹപൂർവ്വം നേരുകയാണ്. ഒരു പ്രാർത്ഥന ഇങ്ങനെയാണ്: ഞാൻ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ദൈവം എനിക്ക് പരിഹരിക്കാൻ പ്രശ്നങ്ങൾ നൽകി. ഞാൻ അറിവിനായി പ്രാർത്ഥിച്ചു, ദൈവം എനിക്ക് സംശയങ്ങൾ നൽകി. ഞാൻ സമ്പത്തിനായി പ്രാർത്ഥിച്ചു, ദൈവം എനിക്ക് നന്നായി ഉപയോഗിക്കാൻ ദാരിദ്ര്യം നൽകി. കടങ്ങൾ മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു, ദൈവം എനിക്ക് ജോലി ചെയ്യാൻ ശക്തി നൽകി. ഞാൻ പ്രാർത്ഥിച്ചതൊന്നും ദൈവം നൽകിയില്ല, പ്രത്യാശിച്ചതെല്ലാം ദൈവം നൽകി. ഈ ഒരു പ്രാർത്ഥനയോടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അയോഗ്യനാണ്. കൊല്ലപ്പുരയിൽ സൂചിപ്പിക്കാൻ വന്നതുപോലെയാണ് ഞാൻ. അമ്മ ത്രേസ്യയെക്കുറിച്ചോ ദൈവവചനങ്ങളെ വ്യാഖ്യാനിക്കുവാനോ ഒന്നും യോഗ്യനൊന്നുമല്ല. നിങ്ങളുടെ പ്രാർത്ഥനയും ദൈവം എനിക്ക് നൽകിയ ഒരു ഭാഗ്യം ആയിട്ടാണ് ഞാൻ കരുതുക. ഈ പരിപാവനമായ ഈ അൾത്താരയിൽ നിന്ന് നിങ്ങളോട് പ്രാർത്ഥനാ സഹായം അപേക്ഷിക്കുക. ഞങ്ങളുടെ നാട്ടിൽ നടന്ന ഒരു സംഭവമാണ്, ശ്രദ്ധിച്ച് കേൾക്കണം. ഞങ്ങളുടെ നാട്ടിലായതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകില്ല, അതുകൊണ്ടാണ്. വിഷമിക്കേണ്ട. ഞാനിങ്ങനെ ഒന്ന് ട്രാക്കിലായി വരുമ്പോൾ ശരിയായിക്കോളും, നിങ്ങൾ വിഷമിക്കേണ്ട. ഇത് ബോറാണല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയാണെന്ന് എനിക്കറിയാം. എങ്കിലും ഞങ്ങളുടെ നാട്ടിൽ നടന്നൊരു സംഭവം പറയാം. ഒരു ദിവസം, ഒരു അവധി ദിവസം, ഒരു സുഹൃത്ത്, ഞങ്ങളുടെ ഒരു സുഹൃത്ത്, അവനന്ന് അവധിയായിരുന്നു. അവധിയായതുകൊണ്ട് അവൻ ഭാര്യയോട് വന്ന് പറഞ്ഞു, ഇന്ന് മക്കളും ഇല്ലല്ലോ, മക്കള് നിന്റെ വീട്ടിൽ പോയേക്കാണല്ലോ, അപ്പം നമ്മൾ രണ്ടേ ഉള്ളൂ ഇന്ന് വീട്ടിൽ, നമുക്കിന്ന് എങ്ങും പോകണ്ട, വീട്ടിൽ തന്നെ ഇരുന്ന് അങ്ങോട്ട് അടിച്ചു പൊളിക്കാം, നമുക്ക് സന്തോഷത്തോടെ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കാം, നമുക്ക് നമ്മുടെ സന്തോഷവും നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിച്ച് നമുക്കൊന്ന് സംസാരിച്ചിരുന്നാലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ ഭാര്യയ്ക്കും സന്തോഷമായി. ഞാനും കുറേ നാളായിട്ട് ചേട്ടൻ്റെ കൂടെയൊക്കെ ഒന്ന് ഇരിക്കാനും സംസാരിക്കാനായിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു. നമുക്കൊന്നിച്ചിരുന്ന് ഇന്ന് ദിവസം മുഴുവൻ, ഈ അവധി ദിവസം മുഴുവൻ നമുക്ക് വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കാം. ഇവർ ബ്രേക്ക്ഫാസ്റ്റ് രണ്ടുപേരും കൂടി റെഡിയാക്കി ഭക്ഷണം കഴിച്ചു. അതിനുശേഷം ചായ ഇട്ടിട്ട് രണ്ടുപേരും കൂടി ചായ എടുത്തിട്ട് വാതിക്കൽ സിറ്റ് ഔട്ടിൽ വന്നിരുന്നു. സിറ്റ് ഔട്ടിൽ വന്നിരിക്കുമ്പോൾ ഇരുന്ന് ചായ കുടിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ ഗേറ്റ് തുറന്ന് ഇവൻ്റെ അമ്മ കയറി വരികയാണ്. ഇവളുടെ അമ്മായി അമ്മ ഗേറ്റ് തുറന്ന് കയറി വരുന്നു. സംഗതി നിങ്ങൾ വിചാരിക്കണ പോലെ തന്നെ ഇന്ന് ദിവസം പോക്കാണല്ലോ എന്ന് രണ്ടുപേരും ഇങ്ങനെ മെല്ലെ മെല്ലെ പറഞ്ഞു. എന്നിട്ട് അമ്മായിയമ്മ ഇങ്ങനെ ഗേറ്റ് തുറന്ന് വരികയാണ്. അമ്മായിയമ്മക്കും അറിയാം ഇന്ന് അവധി ദിവസമാണ്, ഞാൻ എൻ്റെ മോൻ്റെ വീട്ടിൽ ചെന്നില്ലെങ്കിൽ അവർ ഭയങ്കരമായിട്ട് അങ്ങോട്ട് സന്തോഷിക്കും, അങ്ങനെ അങ്ങോട്ട് പോയാൽ ശരിയാകില്ല. അപ്പോൾ അതുകൊണ്ട്
എൻ്റെ സാന്നിധ്യം അവിടെ വളരെ ആവശ്യമാണെന്ന് കരുതി അമ്മായിയമ്മ മോൻ്റെ അടുത്തേക്ക് വരികയാണ്. ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ അമ്മായിയമ്മയെ കണ്ട് ഇവനും ഇവളും ഇങ്ങനെ അന്താളിച്ച് നിൽക്കുക. എന്നിട്ട് ചായക്കപ്പ് താഴ്ത്തു വെച്ചിട്ട് ഇവൻ ചാടി എഴുന്നേറ്റിട്ട് ഭാര്യയുടെ ചെകിട്ട് നോക്കി ഒരാട്ടി. ഉടനെ അവളുടനെ അയ്യോ എന്നെ കൊല്ലാൻ മോനെ, ഇവിടെ എന്താണ് ഇവിടെ നടക്കുന്നത്, എന്റെ കർത്താവെ, എല്ലാ ദിവസവും ഈ മനുഷ്യൻ ഇത് തന്നെയാണ് എന്നും പറഞ്ഞു, ഇന്ന് കാലത്ത് തൊട്ട് തുടങ്ങിയൊക്കെയാണ് എന്നും പറഞ്ഞുകൊണ്ട് അവളും ഒച്ചത്തിൽ കിടന്ന് കരയാൻ തുടങ്ങി. അമ്മായിയമ്മ ഗേറ്റ് തുറന്നു നിന്ന അമ്മായിയമ്മ പെട്ടെന്ന് സ്ട്രക്കായി. എന്നിട്ട് പെട്ടെന്ന് പുറകിലോട്ട് കാല് വെച്ചു. എന്നിട്ട് ഗേറ്റ് അടച്ചു. എന്നിട്ട് മനസ്സിലിങ്ങനെ പറഞ്ഞു, ഇന്നെൻ്റെ സാന്നിധ്യം ഇല്ലെങ്കിലും കാര്യങ്ങളൊക്കെ എൻ്റെ മകൻ കാര്യങ്ങളൊക്കെ വേണ്ട രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇന്ന് വേണ്ട, അടുത്ത അവധി ദിവസം വരാം എന്ന് പറഞ്ഞുകൊണ്ട് അമ്മായിയമ്മ ഗേറ്റ് അടച്ച് പിന്നോട്ട് തിരിഞ്ഞു. പിന്നോട്ട് മാറിയപ്പോൾ ഇവൻ ഭാര്യയെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടാണ്, എടി എങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ തല്ലാതെ ഞാൻ തല്ലിയത്, കൊള്ളാതെ ഞാൻ തല്ലിയത് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ അവളുടെ ഈ കണ്ണുനീരൊക്കെ എവിടുന്ന് വന്നെന്നറിയാൻ പാടില്ല, അവളുടെ കണ്ണുനീരൊക്കെ അങ്ങോട്ട് തുടച്ചിട്ട് ചേട്ടനോട് ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു നോവാതെ ഞാൻ മോങ്ങിയത് എന്ന് ചോദിച്ചു. അപ്പോൾ ഉടനെ ഗേറ്റിന്റെ പുറത്ത് നിന്നുകൊണ്ട് അമ്മായിയമ്മ തലപൊക്കിയിട്ട് പറഞ്ഞു, എങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ ഇവിടെ തന്നെ നിന്നത്. അപ്പോ ഇതാണ് നിങ്ങളൊക്കെ ചിരിക്കുന്നത്, നമ്മളെല്ലാവരും ഇതിനകത്താണ്, നമ്മളെല്ലാവരും ഈ ഒരു അവസ്ഥയിലാണെന്നാ തോന്നണേ. എല്ലായിടത്തും ഒരു മാസ്ക് ഇട്ട് വെച്ചിട്ടുണ്ട്, ഒരു മറ ഇട്ട് വെച്ചിട്ടുണ്ട്. ഞാനും നിങ്ങളൊക്കെ ഈ സംഭവത്തിലുണ്ടേ. കുറെ അഭിനയങ്ങള്, സ്നേഹം അഭിനയിക്കുന്നു, കുറെ മൂടുപടങ്ങൾ ഇട്ട് വെച്ചിരിക്കുന്നു, കുറെ പ്രകടനങ്ങൾ വെച്ചിട്ടുണ്ട്, കുറെ ആരാധന പ്രഹസനങ്ങൾ നമ്മൾ കാണിച്ചു കൂട്ടുന്നുണ്ട്. നമ്മുടെ സ്നേഹിക്കുന്നവരുടെ ഇടയിലും ദൈവത്തിന്റെ മുമ്പിലൊക്കെ കുറെ മൂടുപടം ഇട്ട് നടക്കുന്നവരും അഭിനയിച്ചു കൊണ്ടിരിക്കുന്നവരും സുതാര്യതകളില്ലാതെയൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നവരല്ലേ നമ്മളൊക്കെ. ഇതുപോലെ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാൻ, അല്ലെങ്കിൽ ആത്മാർത്ഥതയില്ലാതെയുള്ള ചില ജീവിത ശൈലികളും ആരാധന രീതികളും മനോഭാവങ്ങളൊക്കെ കൊണ്ടു നടക്കുന്നവരല്ലേ നമ്മളെ സ്നേഹിക്കുന്ന, നാം സ്നേഹിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ദൈവത്തിന്റെ മുമ്പിലും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലൊക്കെ. ഇന്ന് സുവിശേഷത്തില് ഈശോനാഥൻ പറയുന്നത് അത് തന്നെയല്ലേ, നിങ്ങള് പുറം കഴുകിയിട്ടുണ്ട്, അകം എങ്ങനെയുള്ളതാ? അകം വൃത്തിയല്ലേ? വൃത്തിയുള്ളതാണോ? ഒരുപാട് അന്ധകാരങ്ങള്, അസ്വസ്ഥതകള്, അസൂയകള്, അഹങ്കാരങ്ങള്, കോപം, വെറുപ്പ്, ദേഷ്യം ഒക്കെ ഇങ്ങനെ നിറച്ച് അന്ധകാരത്തിന്റെ പ്രവൃത്തികളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയല്ലേ. വിശുദ്ധ അമ്മ ത്രേസ്യയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഒരു പടി കൂടി പ്രാർത്ഥനയിൽ മുന്നോട്ട് പോകുവാനായിട്ട്, ആമുഖത്തില് ആപ്സനച്ചൻ പറഞ്ഞതനുസരിച്ച് പോളച്ചൻ പറഞ്ഞതുപോലെ ഇത് മാധ്യസ്ഥ തിരുനാളല്ല, മാതൃക തിരുനാളാണ്. പരിശുദ്ധ അമ്മ ത്രേസ്യയുടെ ഈ അമ്മയുടെ മാതൃകയെ അനുകരിച്ച ഒരു പടി കൂടി മുന്നോട്ട് പോകുവാനായിട്ട്, മാധ്യസ്ഥൻ തേടുന്നതോടൊപ്പം അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതോടൊപ്പം ഒരു പടി കൂടി എൻ്റെ ആധ്യാത്മിക ജീവിതത്തിന്, എൻ്റെ വിശ്വാസ ജീവിതത്തിന്, എൻ്റെ ക്രൈസ്തവ ജീവിതത്തിന് ഒരു പടി കൂടിയെങ്കിലും മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു തീരുമാനവും തിരിച്ചറിവോടും കൂടിയല്ലേ നമ്മൾ ഇന്ന് വന്നിരിക്കുക. നമ്മൾ ഇന്ന് പ്രാശ്ചിത്തം ചെയ്യുക, തമ്പുരാന്റെ മുമ്പിൽ നമ്മൾ ഉരുൾനേർച്ച നടത്തി, നമ്മുടെ വഴിപാടുകൾ, നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ നടത്തി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇതൊരു പ്രകടനമല്ല, മറിച്ച് അമ്മ ത്രേസ്യ തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു പ്രാശ്ചിത്ത പ്രവൃത്തിയാണ്. തൻ്റെ ജീവിതത്തെ ദൈവത്തിന്റെ മുമ്പിൽ പൂർണ്ണമായി സമർപ്പിച്ചിട്ട് ഞാൻ പാപിയാണ്, തമ്പുരാനെ ഞാൻ പറ്റിച്ചിട്ടുണ്ട്, ഒരുപാട് പറ്റിച്ചിട്ടുണ്ട്, ഒരുപാട് മറച്ചു വെച്ചിട്ടുണ്ട്, ഒരുപാട് കള്ളത്തരങ്ങൾ കാണിച്ച് ഒരു മാസ്ക് ഇട്ട്, ഒരു മുഖപടമിട്ട് ജീവിക്കുകയായിരുന്നു എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് എന്നെ തന്നെ ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മൾ ഇവിടെയൊക്കെ. അപ്പോൾ അവിശുദ്ധ അമ്മ ത്രേസ്യയുടെ ജീവിതത്തിൽ തന്നെ ഞാൻ ഈ ദിവസത്തെ ഇങ്ങനെ ഈ പരിത്യാഗ പ്രവൃത്തികളെ കുറച്ചുകൂടി ആഴപ്പെടുവാനായിട്ട് ആഗ്രഹിക്കുക.
ഒരു 1-2 പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ചിന്ത. അന്നും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള വിശുദ്ധ അമ്മ ത്രേസ്യയുടെ എഴുത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആഹായാണ്, ആഭ്യന്തര ഹർമ്മ്യം. ആഭ്യന്തര ഹർമ്മ്യം, ഈ ആഭ്യന്തര ഹർമ്മ്യത്തിലാണ് വിശുദ്ധ അമ്മ ത്രേസ്യ കൂടുതൽ പരിത്യാഗ പ്രവൃത്തികളെ കുറിച്ച് പറയുക. നമ്മൾ ഇന്ന് ഈ പരിത്യാഗം ചെയ്യുമ്പോൾ, ഈ ഉരുൾ നേർച്ച നടത്തുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിലൂടെ ഈ അമ്മ ത്രേസ്യ, അമ്മ എങ്ങനെയാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്? ഇത് കുറെ അനുഗ്രഹങ്ങൾ പ്രാപിക്കാനായിട്ട്, ജോലി കിട്ടണം, കുഞ്ഞുണ്ടാകണം, വീടുണ്ടാകണം, കടങ്ങൾ മാറണം, മദ്യപാനം മാറണം എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അതുപോലെ സംഭവിക്കട്ടെ. ഒപ്പം എൻ്റെ ജീവിതത്തിന് ഞാൻ മാനസാന്തരപ്പെടുന്നു, തെറ്റുകൾക്ക് പരിഹാരം ചെയ്യുന്നു, ഞാൻ വിളിച്ചു പറയുകയാണ് ഞാൻ പാപിയാണ്, ദൈവത്തിന്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഞാൻ എൻ്റെ ജീവിതത്തെ പുറം മാത്രം മെനുക്കി വെച്ചുകൊണ്ട് ഉള്ളിലെ രൂപവും ഭാവവും നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഞാൻ പാപിയാണെന്ന് സ്വയം സമ്മതിക്കുകയാണ്. ആ സമ്മതത്തിന്റെ ഒരു പ്രതീകാത്മകമായിട്ടുള്ള പ്രകടനം മാത്രമാണ് ഈ ഉരുൾ നേർച്ച എന്ന് പറയുന്നത് പോലും. അപ്പോൾ വിശുദ്ധ അമ്മ ത്രേസ്യ ഈ ആഭ്യന്തര ഹർമ്മ്യത്തിൽ നമ്മളെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നുണ്ട്, ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്താണ് പരിത്യാഗ പ്രവൃത്തി? ഡിറ്റാച്ച്മെന്റ് എന്താണ്? തൻ്റെ പ്രാർത്ഥന എന്താണ്? പ്രാർത്ഥന നമ്മൾ പറഞ്ഞതാണ്, പഠിച്ചിട്ടുള്ളതാണ്, മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഒരു ലവിങ് കോൺവെർസേഷൻ, ദൈവവുമായിട്ടുള്ള സ്നേഹ സംഭാഷണമാണ് പ്രാർത്ഥന. അപ്പോൾ ഈ പ്രാർത്ഥന എങ്ങനെയാണ് ഈ പ്രാർത്ഥനയിൽ വളരേണ്ടത്? അത് ദൈവവുമായിട്ടുള്ള ബന്ധം ആഴപ്പെടുത്തണം, കൂടുതൽ സ്നേഹിക്കുവാനായിട്ട്, കൂടുതൽ അറിഞ്ഞ് സ്നേഹിക്കണം. അപ്പോൾ എന്താണ് പ്രാർത്ഥന? പ്രാർത്ഥനയിൽ എങ്ങനെ വളരണം, ആഴപ്പെടുന്നു? അത് ഇനി എന്താണ് ലക്ഷ്യം? യൂണിയൻ വിത്ത് ഗോഡ്, ദൈവവുമായിട്ടുള്ള ഐക്യപ്പെടലാണ് ഇതിന്റെ ലക്ഷ്യം. അപ്പോൾ നമ്മളെല്ലാവരും വന്നിരിക്കുന്നത് ദൈവവുമായിട്ട് ഐക്യപ്പെടാനായിട്ടാണ്, ആ രൂപത്തിലേക്കും സാദൃശ്യത്തിലേക്കും, ദൈവത്തിലേക്ക്. ഇനി മുതൽ ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നതെന്ന് പറയുവാൻ. എല്ലാ അമ്മ ത്രേസ്യയുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, വിശുദ്ധ കുരിശിന്റെ യോഹന്നാന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഇന്ദ്രിയങ്ങൾ, ആന്തരിക ഇന്ദ്രിയങ്ങളും ബാഹ്യേന്ദ്രിയങ്ങളും. അതുകൊണ്ടാണ് നമ്മൾ ഈശോയുടെ മുഖത്തെക്കുറിച്ച് ധ്യാനിക്കുന്നത്. മുഖത്ത് തന്നെ റാബ്സനച്ചൻ പറഞ്ഞിട്ടുണ്ടാകണം, മുഖത്ത് തന്നെയുണ്ട് 5 ഇന്ദ്രിയങ്ങളും, അല്ലെ? കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക്, എല്ലാം ഈ 5 ഇന്ദ്രിയങ്ങള് മുഖത്ത് തന്നെയുണ്ട്. ഈശോയുടെ തിരുമുഖം ധ്യാനിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അവിടെ തന്നെയുണ്ട് ഈ 5 ഇന്ദ്രിയങ്ങളും. ഒപ്പം ബുദ്ധിയില്, മനസ്സ്, ഇന്റലിജന്റ്, വില്ല്, മൈൻഡ്, നമ്മുടെ മനസ്സിനെയും ഇച്ഛയെയും ബുദ്ധിയെയും ഒക്കെ ദൈവത്തിൻ്റെതാക്കി മാറ്റുക എന്നുള്ളതാണ് ഈ പ്രാർത്ഥനയുടെ ലക്ഷ്യം. അല്ലെങ്കിൽ ദൈവത്തിലേക്ക് ലയിച്ചു ചേരുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം. അതാണ് ഈ തിരുനാളിലൂടെ നമ്മൾ ഓരോരുത്തരും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു ആമുഖം മാത്രമേ ആയിട്ടുള്ളൂ കേട്ടോ. പാളി. അപ്പോൾ അമ്മ ത്രേസ്യയുടെ ആഭ്യന്തര കർമ്മത്തില് 2-ാം അധ്യായത്തിലാണ് ഈ പരിത്യാഗത്തെ കുറിച്ച് പറയുന്നതെങ്കിലും അമ്മ ത്രേസ്യയുടെ ലൈഫ് മുഴുവനും ഒന്നാമത്തെ പുസ്തകമാണ് ജീവചരിത്രം, രണ്ടാമത്തെ ആഭ്യന്തര കർമ്മ ഇന്റീരിയർ കാസ്റ്റിലും വേ ഓഫ് പെർഫെക്ഷൻ, സുഹൃത സരണിയും. അതാണ് രണ്ടാമത്തെ പുസ്തകത്തിൽ. മൂന്നാമത്തേൽ ഫൗണ്ടേഷൻസും മറ്റ് വർക്കുകളൊക്കെയാണ് മൂന്നാമത്തെ പുസ്തകമായിട്ട് പ്രധാനമായിട്ട് നമ്മൾ അമ്മ ത്രേസ്യയുടെ ഇതിനകത്ത് ധ്യാനിക്കുക. അപ്പോൾ ജീവചരിത്രം തന്നെ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഈ ഡിറ്റാച്ച്മെന്റ് ഒരുപാട് കാണാം. ഈ പരിത്യാഗ പ്രവൃത്തികൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. തൻ്റെ ചെറുപ്പം മുതൽ ഈ അമ്മ ത്രേസ്യയ്ക്ക് ആഗ്രഹമായിരുന്നു ദൈവത്തോട് ആയിരിക്കുക, ദൈവത്തോടൊപ്പം ആയിരിക്കുക. അതിനുവേണ്ടി എന്ത് ത്യാഗം എടുക്കുവാനായിട്ട് വിശുദ്ധ അമ്മ ത്രേസ്യ തയ്യാറാണ്. അതുകൊണ്ടാണ് 7-ാമത്തെ വയസ്സിൽ ഒളിച്ചോടുന്നത് പോലും, രക്തസാക്ഷിയാകാനായിട്ട് ഒളിച്ചോടുന്നത് പോലും അവിടം തൊട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ പരിത്യാഗ പ്രവൃത്തി എല്ലാം ഉപേക്ഷിക്കാൻ, അപ്പനെ ഉപേക്ഷിക്കുന്നു, കുടുംബം ഉപേക്ഷിക്കുന്നു, തനിക്ക് ലഭിക്കാവുന്ന എല്ലാ സൗകര്യങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് ഒളിച്ചോടുകയാണ്. ക്രിസ്തുവിൽ വിലയം പ്രാപിക്കാൻ, ക്രിസ്തുവുമായിട്ട് ഒന്നിച്ചു ചേരാനായിട്ട് ഒളിച്ചോടുന്നു, അല്ലെ? റോഡ്രിഗ്സ് ബ്രദറുമായിട്ട് ഇങ്ങനെ ഓടുകയാണ്, സഹോദരനുമായിട്ട് ഒളിച്ചോടി പോകുന്നത് പോലും. പിന്നീട് അവരുടെ കളികൾ പോലും എങ്ങനെയായിരുന്നു? വിശുദ്ധ അമ്മ ത്രേസ്യയുടെ കളികൾ പോലും മഠങ്ങൾ സ്ഥാപിച്ചും പള്ളിയിലെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് വിശുദ്ധ അമ്മ ത്രേസ്യ ജീവിക്കുന്നത്. അത് നമ്മളൊക്കെ ഇന്നത്തെ കളികൾ എങ്ങനെയാണ്? പിള്ളേർക്ക് എന്ത് മേടിച്ചു കൊടുക്കും? വെടിവെക്കാൻ, ടിഷ്യൂ വെടിവെക്കാൻ മേടിച്ചു കൊടുക്കും. പിള്ളേരാണെങ്കിൽ എന്ത് ചെയ്യും? ആദ്യം തന്നെ ഒരു പാവേനെ മേടിച്ച് അതിനെ മുല കൂട്ടൽ, അതിനെ തീറ്റ കൊടുക്കലൊക്കെ. നമുക്ക് ആദ്യം തന്നെ കല്യാണം കഴിച്ച് കൊച്ചുങ്ങളായാൽ മതി, അല്ലെങ്കിൽ ഇങ്ങനെ വെടിവെച്ചും വണ്ടി ഓടിച്ചൊക്കെ നടന്നാൽ മതി. വിശുദ്ധ അമ്മ ത്രേസ്യയുടെ കളികൾ പോലും ഇതുപോലെ മഠങ്ങൾ സ്ഥാപിക്കുക, അല്ലെങ്കിൽ ദൈവത്തോടു കൂടി ആയിരിക്കുക എന്നുള്ളതായിരുന്നു. ഈ ദൈവത്തോടു കൂടി ആയിരിക്കാനായിട്ട് എന്തൊക്കെ ചെയ്യണം?
അങ്ങനെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും മഠത്തിൽ ചേർന്നത് എന്തുകൊണ്ടാ? എല്ലാം ഉപേക്ഷിക്കുകയായിരുന്നു. കുടുംബത്തെ ഉപേക്ഷിച്ചു, തൻ്റെ സൗകര്യങ്ങളെല്ലാം ഉപേക്ഷിച്ചത് മഠത്തിൽ ചേരുന്നത് പോലും ദൈവത്തിലേക്ക് ചേരുവാൻ വേണ്ടിയിട്ടാണ്. അത് പിന്നീട് കുറച്ചു കാലം മനുഷ്യനാണ്. നമ്മുടെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. വിശുദ്ധ അമ്മത്രേസ്യ പറയുന്നുണ്ടേ, തൻ്റെ പഠനങ്ങളിൽ പറയുന്നുണ്ട്, നമ്മൾ മനുഷ്യർക്ക് എപ്പോഴും തെറ്റിലേക്കുള്ളൊരു ചായ്വുണ്ട്. അത് നമ്മുടെ അപ്പനും അമ്മമാർ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ആദോ ഹവ്വായും മുതൽ അങ്ങനെയായിരുന്നു. അവർക്ക് പഴത്തോട് ദൈവം ചെയ്യരുത് എന്ന് പറഞ്ഞതിനകത്തേക്ക് നമുക്കൊരു ചായ്വുണ്ട്. ആ ചായ്വ് സ്വാഭാവികമാണ്. അത് അമ്മത്രേസ്യ സമ്മതിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് തെറ്റുപറ്റുന്നതിൽ ഒരു പ്രശ്നമില്ല. പക്ഷെ പശ്ചാത്തപിക്കുവാനായിട്ടും തിരിച്ചു വരുവാനായിട്ടും ദൈവം അവസരം തന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് കുമ്പസാരം എന്ന കൂദാശയിലൂടെ. അതുകൊണ്ടാണ് അമ്മത്രേസ്യ പറയുക, 15 ദിവസം കൂടുമ്പോഴെങ്കിലും കുമ്പസാരിക്കണമെന്ന് തൻ്റെ സഹോദരിമാരോട് പറയുന്നുണ്ട്. അപ്പം നമ്മളൊന്ന് ഓർത്തേക്കണം, ഈ പാപത്തിലേക്കുള്ള ചായ്വ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഇപ്പം നമ്മളെല്ലാവരും കൂടി ഒരു പിക്നിക്കിന് പോണ് ഞങ്ങളുടെ നാട്ടിലേക്ക്, അർത്തിങ്കലേക്ക്. ഞാനും ബാബു പോളച്ചൻ എല്ലാവരും അർത്തങ്കക്കാരാണ്. അങ്ങനെ നിങ്ങളെല്ലാവരും അർത്തിങ്കലേക്ക് ക്ഷണിക്കുന്നു. എന്നിട്ട് നമ്മളെല്ലാവരും കൂടി പോകുന്ന വഴിക്ക് മാഹിയിലെത്തിയപ്പോൾ റാപ്സനച്ചൻ പറഞ്ഞു, നമുക്ക് ഇവിടെ ഒന്ന് നിർത്താം എന്ന് പറയുന്നു. അപ്പോൾ കുടിയന്മാരായിട്ടുള്ളവരെല്ലാവരും എങ്ങോട്ട് ഓടും? ബാറിലേക്ക് ഓടും. കണ്ട അല്ലേ, ബാറിലേക്ക് ഓടും അല്ലേ. ചേച്ചിമാരൊക്കെ എങ്ങോട്ട് ഓടും? പള്ളി. എൻ്റെ പൊന്നെ ചേട്ടന്മാരെ, ഒറ്റെണ്ണത്തിനെ നേരെ നിർത്താൻ അനുവദിക്കരുത് കേട്ടോ. മുതുകു നോക്കി ഇടിച്ചേക്കണം എടാ. അപ്പൊ അവര് മാത്രം പുണ്യപ്പെട്ടവര്, ചേട്ടന്മാരെല്ലാവരും മദ്യപാനികൾ. അത് കൊള്ളല്ല. നിങ്ങൾ അവിടെ മാഹിയിലായതുകൊണ്ടല്ലേ. കോഴിക്കോടായിരുന്നെങ്കിലാ ബീച്ചിലേക്ക് പോകും. കുറെ പേര് സാരി, ശീമാട്ടി, പോത്തീസ് അതിനകത്തേക്ക് കൊടും. പിന്നെ ചിലര് സ്വർണ്ണക്കട, മേടിക്കാൻ പറ്റിയില്ലെങ്കിലും എല്ലാ കണ്ട സ്വർണ്ണക്കടയും നോക്കി നടക്കും അല്ലേ. പിന്നെന്താണ്, തീറ്റക്കാരായിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? ബേക്കറികൾ, ഹോട്ടലുകൾ ഒക്കെ നോക്കി നടക്കും അല്ലേ. നമ്മളുടെ ഇഷ്ടം, നമ്മൾ എന്തിലേക്ക് ഫോക്കസ് ചെയ്തിരിക്കുന്നോ അതിലേക്ക് നമ്മൾ ചായ്വ. ഈ ചില പിള്ളേരോട് ചോദിച്ചാൽ നമുക്കറിയാൻ പറ്റും എവിടെ ഏതൊക്കെ രീതിയിലുള്ള ഭക്ഷണം കിട്ടുമെന്ന്. ഞാൻ ഒരു ദിവസം ഒരു പ്രോഗ്രാം കണ്ടപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ എനിക്കൊരു കാര്യം ഷെയർ ചെയ്തു തോന്നുന്നു. അപ്പം അവൻ പറഞ്ഞു, എടാ അച്ഛാ ഇങ്ങനെ ഒരു സംഭവമുണ്ട്. ആ സംഭവം എനിക്ക് പറഞ്ഞു. അപ്പം ഞാനത് ആ ദിവസം അവിടെ ഒരു കാറ്റഗിസത്തിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു. ആ ക്ലാസ്സിൽ ഞാനത് പറഞ്ഞു. ഒരു പ്രോഗ്രാം നടക്കുകയായിരുന്നു. അതിനകത്ത് ഇങ്ങനെ സംഭവിക്കുകയായിരുന്നു. ഈ കൊച്ച് ഭക്ഷണമൊന്നും കഴിക്കണമെന്നില്ല, എല്ലാം വേസ്റ്റ് കണ്ടപ്പോൾ അവൻ്റെ അടുത്ത് പറഞ്ഞു, എടാ ഈ ഭക്ഷണമൊന്നും ഇങ്ങനെ വേസ്റ്റ് ആക്കരുത്. പാല് കൊടുത്തു. എന്നിട്ട് മുട്ടയും കൊടുത്തിട്ട് പറഞ്ഞു, ഇതെങ്കിലും കൊച്ചു കഴിക്കുക. അങ്ങനെയാണ് നമ്മൾ മക്കൾക്കെല്ലാം ഇങ്ങനെ കുത്തിക്കയറ്റി കൊടുത്തോണ്ടിരിക്കുകയാണല്ലോ. അപ്പം അവനോട് പറഞ്ഞു, ഇത് കഴിക്കുക, ഇതെങ്ങനെ ഉണ്ടായെന്നറിയാവോ? ഇത് എന്ത് കഷ്ടപ്പെട്ടിട്ടുണ്ടാകണം, ഇത് എന്ത് വിലയുള്ളതാണെന്നറിയാവോ? ഇത് എവിടുന്നാണ് കിട്ടണമെന്നറിയാവോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവൻ പാലെടുത്ത് കുടിച്ചു. ഈ മുട്ട ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, മുട്ട കഴിക്കുക, മുട്ട എങ്ങനെ ഉണ്ടാകണമെന്നൊക്കെ കൊച്ചിന് കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മ അവനെയും കൊണ്ടുപോയിട്ട് ആലപ്പുഴയിൽ അവിടെ കൊണ്ടുപോയിട്ട് ഈ താറാവിനെയും കോഴീനെയൊക്കെ വളർത്തുന്നിടത്ത് കൊണ്ട് കാണിച്ചിട്ട് താറാവിനെയും കോഴീനെയൊക്കെ കാണിച്ചു. എന്നിട്ട് പറഞ്ഞതേ കണ്ട, ഇതാണ് മുട്ട, കോഴി ഇടുന്നതാണ് മുട്ട. ഈ മുട്ടയാണ് നമ്മൾ കഴിക്കുന്നത്, ഇത് നമുക്ക് ആരോഗ്യത്തിന് നല്ലതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ തിരിച്ചിങ്ങോട്ട് ഓടി വീട്ടിലോട്ട് വന്നിട്ട് അവൻ പറഞ്ഞു, ഇനി മേലെ എനിക്ക് ഈ സാധനം തന്നേക്കരുത്. അമ്മ ഇത്ര നാൾ കോഴിയുടെ അപ്പിയാണല്ലേ എനിക്ക് തന്നിട്ടിരുന്ന വെച്ചാൽ, കോഴിയുടെ അപ്പി തീറ്റിച്ചോണ്ടിരിക്കുകയായിരുന്നല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഒച്ചപ്പാടും ബഹളം. പിന്നെ അവൻ മുട്ട കഴിച്ചിട്ടില്ലെന്നാണ് പറയണത്. അപ്പോൾ ഞാനിത് പിള്ളേരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഈ സാധനം ഉണ്ടാകണ പോലെ എവിടുന്നാന്ന് അറിയാൻ പാടില്ല. പണ്ടൊക്കെ നിങ്ങൾക്ക് അറിയാമോ ഇതൊക്കെ ഉണ്ടാകണത് എങ്ങനെയാണെന്നും, ഇതൊക്കെ ജീവിതം കണ്ടാണ് ഞങ്ങളൊക്കെ വളർന്നത് എന്ന് വെച്ചാൽ പറയാൻ പറ്റില്ല. ഞങ്ങൾ 95 ബാച്ചാണ്. ആ ബാച്ചിൽ പോലും ഉണ്ടായിരുന്നു കപ്പയും ഇങ്ങനെ തലകുത്തിയാണ് കൊണ്ടാ നട്ടിരുന്നത്. എന്നിട്ട് ദിവസവും പോയി നോക്കിയാണ്, വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് ദിവസവും നോക്കിയായിരുന്നു. ഇത് കപ്പ വന്ന എന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടിരുന്ന വെച്ച ടീമൊക്കെ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. എന്നിരുന്നാൽ തന്നെയും പുതിയ തലമുറ എങ്ങനെയാണ് ഈ കോഴിമുട്ട ഉണ്ടാകണമെന്ന് പോലും അറിയാൻ പാടില്ല, കോഴിമുട്ട എന്താണെന്ന് പോലും അറിയാൻ പാടില്ലാത്തവരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ മാതാപിതാക്കളെയും കുട്ടികളെയൊക്കെ ബോധവൽക്കരിച്ചുകൊണ്ടിരുന്നപ്പോൾ 2-3 പിള്ളേർ എഴുന്നേറ്റ് ചോദിക്കണേ, അച്ഛാ ഏത് കോഴിയുടെ അപ്പിയാണ് ഈ മുട്ടയെന്ന്? ഏത് കോഴിയുടെ മുട്ടയാണ് ഈ അപ്പി? ഞാൻ ചോദിച്ചു, ഏത് കോഴിയാ? അപ്പോൾ അതെന്താ, നിനക്ക് ഏത് കോഴി അറിയാം? KFC ചിക്കനാണ്, അതാ ജിഞ്ചർ ചിക്കൻ്റെ ആണ്, അതോ പെപ്പർ ചിക്കൻ്റെ ആണ്? അങ്ങനെ ഗ്രിൽഡ് ചിക്കൻ. പിള്ളേർക്ക് ചിക്കൻ എന്ന് പറഞ്ഞപ്പോൾ പോലും മനസ്സിലാകാനില്ല. അവരുടെ വിചാരം ഇതിങ്ങനെ ടേബിളിൽ വരുമ്പോൾ കഴിക്കേണ്ട സാധനം മാത്രമാണ് ചിക്കൻ എന്നുള്ളത്. അത് പല രൂപത്തിൽ പല ഭാവത്തിൽ വരും. പിരി ചിക്കൻ, ചില്ലി ചിക്കൻ, അങ്ങനെ അൽഫാം ചിക്കൻ, തന്തൂരി ചിക്കൻ, ഇങ്ങനെ ചിക്കൻ പല രീതിയിൽ കണ്ടിട്ടുണ്ട്. നമ്മളിങ്ങനെ ഭോജനപ്രിയരായിട്ട് മാറിയത് കൊണ്ട് പല രീതിയിൽ ചിക്കനെ കുറിച്ച് പോലും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്.
നമുക്ക് എന്താണ് ഇന്ന് നമ്മുടെ ലോകത്തിൽ നമ്മളിങ്ങനെ ലോകത്തിലേക്ക് മുഴുകി നമുക്ക് ഈ തെറ്റിലേക്ക് അല്ലെങ്കിൽ ശരിയായിട്ടുള്ളതിനെയൊക്കെ മനസ്സിലാക്കാതെ യാഥാർത്ഥ്യങ്ങളെ ഒന്നും തിരിച്ചറിയാൻ കഴിയാതെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നവരല്ലേ ഞങ്ങൾ. അപ്പം വിശുദ്ധ അമ്മ ത്രേസ്യ ചെറുപ്പം മുതൽ എല്ലാ കാര്യങ്ങളും അറിയുമ്പോഴും തെറ്റിലേക്ക് പോകുമ്പോഴും ദൈവത്തിലേക്ക് തിരിച്ചു വരുവാനായിട്ട്. അപ്പം നമ്മളും ഇതുപോലെ ലോകത്തിൽ ഇറങ്ങി നടക്കുമ്പോൾ പല രീതിയിൽ ഈ ലോകത്തിൻ്റെതായിട്ടുള്ള മോഹങ്ങൾ നമ്മളെ വലയം ചെയ്തിട്ടുണ്ട്, നമ്മളെ ചുറ്റി വലയുന്നുണ്ട്, അത് നമ്മളെ ആകർഷിക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിൽ എന്താണ്? എനിക്ക് സ്ത്രീകളോടാണ് മോഹമെങ്കിൽ സ്ത്രീകളെ ഞാൻ ആ രീതിയിൽ നോക്കിക്കൊണ്ടിരിക്കും. എനിക്ക് കുഞ്ഞുങ്ങൾ, നമുക്കറിയാലോ ഒരുപാട് പ്രശ്നങ്ങളാണ്, കുട്ടികളോട് അല്ലെങ്കിൽ സ്വവർഗം, മൃഗങ്ങളോട് ഒക്കെ ഇന്ന് ആസക്തികളാണ്. നമ്മുടെ ഉള്ളിലെ ചായ്വ് അതിനെ പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കുക, അതിനെ പരിപോഷിപ്പിച്ച് ആ തെറ്റിൽ വീണുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ അമ്മ ത്രേസ്യ പറയുക, ഈ തെറ്റിലേക്കുള്ള നിന്റെ ചായ്വ് ഇതിനെ നീ അഴിച്ചു വിട്ടു കഴിഞ്ഞാൽ നീ അതിലേക്ക് വീണ് അതിൽ നിനക്ക് തഴക്കപ്പെട്ടു പോകുന്നു. ഇന്ന് നമ്മുടെ പ്രാർത്ഥനാ ജീവിതങ്ങൾ പോലും എങ്ങനെ നഷ്ടപ്പെട്ടു പോയതാണ്. ഒരു റീൽസ് കണ്ടിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, ഒരു റീൽസിലേക്ക് പോകും, 2 റീൽസിലേക്ക് പോകും, അങ്ങനെ അരമണിക്കൂർ 3/4 മണിക്കൂർ അങ്ങനെ പോകും അല്ലേ? ആ ചേച്ചിക്ക് മനസ്സിലായി. പിള്ളേരാണെങ്കിലും പഠിക്കാം, ഞാൻ ഇത് കൂടി കണ്ടിട്ട് പഠിക്കാം, അങ്ങനെ ഇരുന്ന് തോണ്ടി അന്നത്തെ പഠനം മുഴുവനും പോയി. നമ്മുടെ പ്രാർത്ഥനകൾ, കുടുംബ പ്രാർത്ഥനകൾ പോലും ഈ കറിയൊന്ന് വെന്നിട്ട് നമുക്ക് തുടങ്ങാം, അല്ലെങ്കിൽ അപ്പൻ ഒരു പാട്ട് കൂടി കഴിഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, മക്കള് ഈ ഒരു പോർഷൻ കൂടി തീർന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ എല്ലാം ഒരു 5 മിനിറ്റ്, പിന്നീട് 10 മിനിറ്റ് ആവും, പിന്നീട് അരമണിക്കൂറാവും, പിന്നീട് 1 മണിക്കൂറാവും, പിന്നീട് നമ്മുടെ പ്രാർത്ഥനകള് കുടുംബത്തിൽ ഇല്ലാതായി. ഒന്നിനെയും നിസ്സാരമായി കരുതരുതേ എന്നാണ് വിശുദ്ധ അമ്മ ത്രേസ്യ പറയുക. നമ്മുടെ ഈ പ്രായശ്ചിത്ത പ്രവൃത്തികൾ പോലും ഇതിനെ ഒന്നും നിസ്സാരമായിട്ട് കാണരുത്. നമ്മൾ കരങ്ങളടിക്കാൻ പറയുമ്പോൾ കരങ്ങളടിക്കുന്നു, നമ്മൾ നേർച്ച കാഴ്ചകൾ നടത്തുന്നു, തിരുനാളുകൾ നടത്തുന്നു, പ്രാർത്ഥിക്കുന്നു. ഇതൊന്നും നിസ്സാരമായിട്ട് കരുതരുതെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഒരു പെൺകുട്ടിയോട് പറയുകയാണ്, നീ പുറത്തു പോകരുത്, നീ നിന്റെ പ്രായപൂർത്തിയായിരിക്കുന്നു, നീ പുറത്തു പോകരുത്. അവൾ പുറത്തുപോയി, നമുക്കറിയാം, അവൾ പുറത്തുപോയി. കുറച്ച് യുവാക്കൾ കാണുന്നു, അവൾ ബലാത്സംഗം ചെയ്യപ്പെടുന്നു, അവളുടെ സഹോദരന്മാര് ഇതിനെ പ്രതികാരം ചെയ്യാൻ പോകുന്നു. അത് പിന്നീട് ഒരു രാജ്യം മുഴുവനും ബാധിക്കുന്നു. ഒരു യുദ്ധം തന്നെ സംഭവിക്കുന്നുണ്ട്. തോബത്തിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും, നീ കിടക്കുമ്പോൾ മുഖം മറച്ച് കിടക്കാൻ പറയുന്നു. പക്ഷേ അത് നിസ്സാരമായി കരുതുന്നു. മുഖം മറക്കാതെ കിടന്നു, എന്തു പറ്റി എന്ന് വെച്ചത് പുറച്ചു മൂടി കിടക്കാനല്ല പറയുന്നത്, അത് യഹൂദരുടെ ഒരു പാരമ്പര്യവും സമയത്തിന്റെ ഒരു കാര്യത്തിലാണ് പറയുന്നത്. അപ്പോൾ അത് നിസ്സാരമായി കണ്ടു, ഒരു പ്രവൃത്തിയെ നിസ്സാരമായി കണ്ടു. എന്ത്? പക്ഷി വന്ന് കണ്ണിൽ കാഷ്ടിച്ചു, അവന് കാഴ്ച നഷ്ടപ്പെട്ടു, അന്ധകാരത്തിലേക്ക് പോകുന്നു. ചെറിയ കാര്യങ്ങളെ നീ അവഗണിക്കുമ്പോൾ, ചെറിയ കാര്യങ്ങളെ നിസ്സാരമായി വലിയ കാര്യങ്ങളായിട്ട് കണ്ടില്ല എങ്കിൽ നിസ്സാരവൽക്കരിക്കാൻ തുടങ്ങുന്നു. ഈ മതത്തിലേക്ക് പോയാൽ എന്താ, ഈ കൂട്ടുകെട്ടിൽ പോയിട്ടാൽ എന്താ, ഈ ആചാരങ്ങൾ, അവരുടെയൊക്കെ ആചാരങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ചെയ്താൽ എന്താ, നിസ്സാരമായി കരുതുന്നു. വിശ്വാസ ജീവിതത്തില്, കുടുംബ ജീവിതത്തില്, ബന്ധങ്ങളിലൊക്കെ നമ്മൾ പല കാര്യങ്ങളും നിസ്സാരമായി കണ്ടു. ഈ നിസ്സാരമായി കണ്ടതിന്റെ പേരിൽ പല അപകടങ്ങളും, പല അസ്വസ്ഥതകളും, പല പ്രശ്നങ്ങളും കുടുംബത്തിൽ വന്നിട്ടുണ്ടെന്ന് വിശുദ്ധ അമ്മ ത്രേസ്യ പറയുകയാണ്. നമ്മൾ ഇതുപോലെയാണ് സാത്താന്റെ പിടിയിലേക്ക്, ലോകം, പിശാച്, ഇതിന്റെ പിടിയിലേക്ക്. വിശുദ്ധ കുരിശന്റെ യോഹന്നാൻ ഇതിനെ കുറച്ചുകൂടി നല്ല രീതിയിൽ വ്യാഖ്യാനിച്ചു തരുന്നുണ്ട്. ഇതിന്റെ പിടിയിലേക്ക് നമ്മൾ വീണു പോകുന്നു, നമ്മളെ അന്ധകാരത്തിലേക്ക് വീഴുന്നു. റോമക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ 12, 13 തിരുവചനങ്ങൾ അധ്യായങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് നമ്മുടെ വിളി? പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ക്രിസ്തുവിനെ ധരിക്കുന്നവരായിട്ട് മാറണമെങ്കിൽ ഞാൻ ദൈവസ്നേഹത്തില്, പരസ്നേഹത്തിലൊക്കെ വളർന്നിട്ട് അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ ഉപേക്ഷിക്കുവിൻ. നമ്മൾ സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, അന്ധകാരത്തിൽ വരുന്ന മഹാമാരിയെയും നട്ടുച്ചക്ക് വരുന്ന വിനാശത്തെയും ഭയപ്പെടേണ്ട, അല്ലെ? അന്ധകാരത്തിൽ വരുന്ന മഹാമാരിയാണ്. നമ്മളൊരു മഹാമാരി കണ്ടുപോയവരാണ്, 1ഉം 2ഉം മഹാമാരി കണ്ടതാണ്. പ്രളയവും കണ്ട്, കൊറോണയും കണ്ടവരാ. നട്ടുച്ചക്ക് വരുന്ന, അന്ധകാരത്തിൽ വരുന്ന, ഇരുട്ടിൽ വരുന്ന മഹാമാരി എന്ന് പറയുക. അപ്പോ ഒരു ചാലകമുണ്ട്. കപ്പൽ വെള്ളത്തിൽ ഒഴുകുന്നത് പോലെ, ട്രെയിൻ പാളത്തിലൂടെ ഓടുന്നത് പോലെ അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ സഞ്ചരിക്കും.
എവിടെ? ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് അന്ധകാരത്തിനുള്ള ഇടങ്ങൾ ഒരുക്കി കൊടുത്താൽ ആ അന്ധകാരത്തിലൂടെ പല പൈശാചിക ശക്തികൾ കടന്നു വരും. ഈശോ സുഖപ്പെടുത്തുന്നത് പോലും ഈ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ തിരുനടയിൽ വരുമ്പോൾ ഒന്ന് തിരിച്ചറിയണേ. നമ്മൾ ഈ ഈശോയുടെ തിരുനട അനുഗ്രഹം തേടി കടന്നു വരുമ്പോൾ നമ്മൾ ഓർക്കണം, ഒരു കുടുംബത്തിൽ ഒരു പ്രശ്നം കടന്നു വരുന്നത് പല രീതിയിലാണ്. ചിലപ്പോൾ ഒരു രോഗം വന്നിരിക്കുന്നത് രോഗമായിട്ടായിരിക്കാം, ഒരു രോഗത്തിന്റെ ശരീരത്തിന്റെ ഒരു അവസ്ഥ മാത്രമാകാം. പക്ഷേ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്, തളർവാദ രോഗിയോട് പറയുക, മേലിൽ പാപം ചെയ്യരുത്. അവന്റെ പ്രശ്നം എന്തായിരുന്നു? പാപമായിരുന്നു. ചില സൗഖ്യങ്ങൾ കടന്നു വരണമെങ്കിൽ നമ്മൾ പ്രായശ്ചിത്തം ചെയ്യണം, പാപത്തിന് പരിഹാരം ചെയ്യണം, പാപങ്ങൾ ഏറ്റുപറയണം. ചില പ്രശ്നങ്ങൾ ഊമനും ബദിരനുമായിട്ടുള്ള അവനോട് പറയുക, പിശാചേ, സാത്താനെ പുറത്തു പോന്ന. അവന്റെ ജീവിതത്തിലെ പ്രശ്നം എന്തായിരുന്നു? പൈശാചിക ശക്തിയായിരുന്നു, ഇരുട്ടായിരുന്നു, സാത്താനായിരുന്നു. അപ്പോൾ ദൈവത്തിന്റെ മുമ്പിലേക്ക് വിശുദ്ധ അമ്മ ത്രേസ്യയായ നമ്മളെ കൊണ്ടുവരുന്നത് നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് തിരിച്ചറിയണം. പാപം മൂലമാണോ? പൈശാചിക ശക്തിയാണോ? ഞാൻ ഏത് രീതിയിലാണ് അന്ധകാരത്തെ, ഇരുട്ടിനെ കൊണ്ടുവന്നത്? ചില വസ്തുക്കൾ നമ്മുടെ വീട്ടിൽ കൊണ്ടുവരരുതെന്ന് പറഞ്ഞാൽ ചെയ്യരുത്. ടാറ്റു കുത്തരുതെന്ന് പറഞ്ഞാൽ കുത്തരുത്. ചില വസ്ത്രങ്ങൾ ധരിക്കരുതെന്ന് പറഞ്ഞാൽ ധരിക്കരുത്. നമ്മൾ കൊണ്ടുവന്നതാണെന്നേ. ഈ അന്ധകാരങ്ങളും പൈശാചിക ശക്തികളൊക്കെ നമ്മൾ കൊണ്ടുവന്നതാ. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി. 13 റോമാക്കാർക്ക് എഴുതിയ ലേഖനം 13 അധ്യായത്തിൽ പറയുന്നു, അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ ഉപേക്ഷിക്കുവേൻ, പ്രകാശത്തിന് ചേർന്ന വിധത്തിൽ പകലിന് യോജിച്ച രീതിയിലുള്ള ആയുധങ്ങൾ ധരിക്കുവേൻ. അപ്പോ അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ, വ്യഭിചാരം ചെയ്തു, പരസംഗം, അസൂയ, വെറുപ്പ്, തെറ്റ്, മദ്യം ഒക്കെ കൊണ്ടുവന്ന് എന്റെ കുടുംബത്തിലേക്ക് ഈ ചാലകത്തിലൂടെ കുടുംബത്തിലേക്ക് അന്ധകാരം കൊണ്ടുവന്നിരിക്കുന്നു. വിശുദ്ധ അമ്മ ത്രേസ്യ പറയുക, പരിത്യാഗം ചെയ്യും. ഇതിനൊന്നും നിസ്സാരമായി കരുതരുത്. ഒരു തെറ്റിന്, ഒരു പ്രായശ്ചിത്ത പ്രവൃത്തി. അതുകൊണ്ടാണ് അമ്മ ത്രേസ്യ പോലും തന്റെ ജീവിതത്തിൽ പിന്നീട് കൈകെട്ടിയ ഈശോയെ കാണുകയാണ്. ആ ഈശോയെ കാണുമ്പോൾ ആ മുറിവിലേക്ക്, ആ മുറിവുകളും കൈകെട്ടി ഈശോയും കണ്ടതുകൊണ്ടാണ് വിശുദ്ധ അമ്മ ത്രേസ്യ തിരിച്ചു വരുന്നത്. വീണ്ടും പരിത്യാഗ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് ജീവചരിത്രത്തിൽ എഴുതി വെക്കുന്നുണ്ട്, ഒരു പാപിയുടെ മാനസാന്തരത്തിന് വേണ്ടി, ഒരു കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി 1000 വർഷം വേണമെങ്കിലും ഞാൻ നരകയാതനകൾ അനുഭവിച്ചു കൊള്ളാം, അത്രമാത്രം ത്യാഗം ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണെന്നാണ് വിശുദ്ധ അമ്മ ത്രേസ്യ പറയുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷയ്ക്ക് വേണ്ടിയാണ് ഈ വിശുദ്ധ അഴുകാത്ത ഹൃദയവുമായിട്ട് ഇന്നും നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. എന്റെ അഴുകാത്ത ഹൃദയം നിങ്ങളെ ശുദ്ധീകരിക്കുവാനായിട്ട്, ഞാൻ ഇനിയും യാതനകൾ സ്വീകരിക്കുവാനായിട്ട്, പരിത്യാഗം ചെയ്യുവാനായിട്ട് തയ്യാറാണ്. ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ജൂബിലിയില് റാബ്സൻ അച്ഛന്റെ കട്ടിലിൽ കയറിയിരുന്നപ്പോൾ കല്ലുകളായിരുന്നു. പരിത്യാഗ പ്രവൃത്തികൾ. കട്ടിലില് തന്റെ ജീവിതത്തെ കല്ലുകളുടെ പുറത്ത് കിടത്തി ഉറക്കുകയാണ്. എന്തിന്? വരുന്ന ഓരോരുത്തരുടെയും രക്ഷ. 1000 ഇവിടെ അച്ഛൻ അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. 10000 ശുശ്രൂഷയിലൂടെ, ഇവിടുത്തെ ശുശ്രൂഷയിലൂടെ മോചിപ്പിക്കപ്പെടട്ടെ എന്ന് അച്ഛൻ പ്രാർത്ഥിക്കുന്നത്. സ്വയം പരിത്യാഗം ഏറ്റെടുക്കുക. വിശുദ്ധ അമ്മ ത്രേസ്യ ചാട്ടവാർ വെച്ചടിക്കുമായിരുന്നു, മുള്ള അരയിൽ കെട്ടുമായിരുന്നു. പരിത്യാഗ പ്രവൃത്തികൾ. ഇന്ന് ഈ പരിത്യാഗ പ്രവൃത്തി ചെയ്യുമ്പോൾ തിരിച്ചറിയ, ഈ ഡിറ്റാച്ച്മെന്റ്, എല്ലാ പരിത്യാഗം ചെയ്യുമ്പോൾ നമ്മൾ തിരിച്ചറിയണം, പ്രാർത്ഥന, സ്നേഹം, എളിമ, പരിത്യാഗ പ്രവൃത്തി. ഇത് മൂന്നും പ്രാർത്ഥിക്കുന്നവന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? സ്നേഹിക്കുന്നവരായിരിക്കും. സ്നേഹം എങ്ങനെയാ? സ്നേഹം 3 തരത്തിലുള്ള സ്നേഹത്തെ അമ്മ ത്രേസ്യ അവിടെ പറയുന്നുണ്ട്. എന്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ സ്നേഹിക്കുന്നു, അവരുടെ ആവശ്യത്തിന് വേണ്ടി ഞാൻ സ്നേഹിക്കുന്നു, ദൈവത്തിന് വേണ്ടി ഞാൻ സ്നേഹിക്കുന്നു. ഇതാണ് പരസ്നേഹത്തെ കുറിച്ച് വിശുദ്ധ അമ്മ ത്രേസ്യ പറയുക. ഇതുപോലെ എല്ലാം ദൈവത്തിന് വേണ്ടി, ഗോഡ് അലോൺ സഫീസസ്. ക്രിസ്തുവിനോടൊപ്പം എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. ക്രിസ്തുവിനെ കൂടാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ക്രിസ്തുവിനോടൊപ്പം എല്ലാം ചെയ്യാൻ പറ്റും. അവനെ നോക്കിയാൽ എങ്ങനെ സ്നേഹിക്കാൻ പഠിക്കാം, എങ്ങനെ ക്ഷമിക്കാൻ പറ്റും, എങ്ങനെ നടക്കാൻ പറ്റും, എങ്ങനെ അനുഗ്രഹിക്കാൻ പറ്റും, എങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റും എന്നൊക്കെ ഈശോയിലേക്ക് നോക്കി പഠിക്കാം. ഇതാണ് വിശുദ്ധ അമ്മ ത്രേസ്യ നമ്മളെ പഠിപ്പിക്കുന്നത്. ആ അമ്മ ത്രേസ്യയുടെ കൂടെ തന്നെ രണ്ടാമത്തെ കാര്യം എന്താ പറയുക? എളിമപ്പെടുത്തുക. സ്വയം എളിമപ്പെടുത്തിയതിനു ശേഷം 3ാമത്തെ കാര്യമാണ്, പ്രാർത്ഥിക്കുന്നവന്റെ 3ാമത്തെ ലക്ഷണമാണ് ഡിറ്റാച്ച്മെന്റ്, പരിത്യാഗം. നമ്മൾ ഈ പരിത്യാഗ പ്രവൃത്തി ചെയ്യുമ്പോൾ ഈ പ്രാർത്ഥനയിലുള്ള ആഴപ്പെടലും ലക്ഷണവുമാണെന്ന് തിരിച്ചറിയണം. നമ്മുടെ ജീവിതത്തെ വിശുദ്ധ അമ്മ ത്രേസ്യയോടൊപ്പം കൊണ്ടുവന്ന് നിർത്തുമ്പോൾ, ഈ മാതൃക തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഇതുപോലെ ഒരു മാതൃകയാണ് നമ്മൾ ചെയ്യുക. പരിത്യാഗ പ്രവൃത്തി. നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും നിസ്സാരമായി കരുതരുത്. ഇവിടെ നടക്കുന്ന ഞാനിപ്പോ റാബ്സനച്ചനെ
ഈ കുർബാന പൊക്കിയിട്ട് ഇങ്ങനെ ഞാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയാൻ പാടില്ല. ഞാൻ നിങ്ങൾ പലപ്പോഴും ഒന്നിച്ചൊക്കെ ദിവ്യബലി അർപ്പിക്കുമ്പോഴും അല്ലാതെയൊക്കെ ചിലപ്പോൾ കാണുമ്പോൾ റാപ്സനച്ചൻ ഇങ്ങനെ കുർബാന ആശീർവദിച്ച് പൊക്കിയതിന് ശേഷം ആരാധനയ്ക്ക് ഉയർത്തിയതിന് ശേഷം ഇങ്ങനെ താഴത്തേക്ക് എടുക്കുമ്പോൾ അത് മറ്റൊന്ന് ഊതാറുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. പീലാസ എടുത്തിട്ട് ഉയർത്തിയിട്ടും ഇങ്ങനെ എടുത്ത് ഉയർത്തിയിട്ട് മുന്നേ നമ്മിട്ട് ഊതും. അപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകമായി. ഞാൻ ആദ്യം അച്ഛൻ്റെ ഊതലും ഇടിക്കലൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് ആരാധനക്രമത്തിലുള്ള പരിപാടികളൊന്നുമല്ല. അപ്പം ഞാനിങ്ങനെ അച്ഛനോട് ഒരു ദിവസം ചോദിച്ചു, എനിക്ക് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് ഞാൻ അച്ഛനോട് ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് ആ രഹസ്യം പറഞ്ഞു തരാം എന്ന് വിചാരിച്ചിരിക്കുകയൊന്നും വേണ്ട, പറയില്ല. അപ്പം ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛാ ഇതിൻ്റെ എന്താണ് അച്ഛൻ ഉദ്ദേശിക്കുന്നത്, ഇതിൻ്റെ രഹസ്യം എന്താ? അപ്പോൾ ഉടനെ അച്ഛൻ പറഞ്ഞു, സവാട്ടി നീ അത് ചെയ്തു നോക്കുന്നു. അത്രേ പറഞ്ഞുള്ളൂ, നീ അത് ചെയ്തു നോക്കുന്നു, കാര്യം പറഞ്ഞു തന്നില്ല. അപ്പോൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ കളിയാക്കിയല്ലെന്ന് കരുതിയിട്ടാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. പുള്ളിക്കാരൻ പറഞ്ഞു തന്നില്ല, അല്ലെങ്കിൽ ഞാൻ നന്നായി പോകുമെന്ന് കരുതിയിട്ട് പുള്ളി പറയാൻ ചെയ്യാതിരുന്നാണോ എന്ന് അറിയാൻ പാടില്ല. ഇച്ചിരി അസൂയ ഉണ്ടെന്ന് എനിക്കപ്പോൾ മനസ്സിലായി. അപ്പോൾ ഞാനും അച്ഛനെ പോലെ നന്നായി പോയാലോ, മുടിയൊക്കെ വളർന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായി പോകും. അതുകൊണ്ടാണ് ഞാൻ മുടി വളർത്താത്തത് പോലും. റാപ്സിനെ വെല്ലുവിളി ആകണ്ടല്ല എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഞാനിങ്ങനെ അച്ഛനോട് ചോദിച്ചു, ഇത് എന്താ രഹസ്യം എന്ന് വെച്ചിട്ട് അച്ഛൻ മിണ്ടിയില്ല, പറഞ്ഞില്ല. നീ ചെയ്തു നോക്കുന്ന പറഞ്ഞു, അതുകൊണ്ട് നീ ചെയ്തു നോക്കുന്നു പറഞ്ഞു. പിന്നെ ഞാൻ ഒറ്റക്ക് കുർബാനയെല്ലാം ഇറങ്ങാൻ നേരത്ത് ഞാൻ ഇങ്ങനെ എടുത്തു ഉയർത്തും, ഞാൻ കൂടാൻ തുടങ്ങി. എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം, ഭയങ്കര സന്തോഷമൊക്കെ തുടങ്ങി. പിന്നീട് ഇതെന്തായിരിക്കും എന്ന് കരുതിയിട്ട് ഞാൻ എന്നാലും ഞാനിങ്ങനെ ആരും ആളുകൾക്ക് കുർബാന ചെല്ലുമ്പോൾ ഞാനിങ്ങനെ രഹസ്യത്തിൽ ഇങ്ങനെ താഴത്തേക്ക് ആക്കിയിട്ട് നമ്മൾ ഊതാൻ തുടങ്ങി. എനിക്ക് ഭയങ്കര കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കാൻ തുടങ്ങി, ദൈവമേ, ദൈവത്തിൻ്റെ ആത്മാവാണ് എന്നിലേക്ക് തന്നേക്കണത്. ഞാൻ അച്ഛൻ പറഞ്ഞിട്ടില്ല അച്ഛൻ്റെ കാര്യം എന്താണെന്ന്, ഞാൻ എൻ്റെ കാര്യം പറയാം. നിന്റെ ആത്മാവാണ് എന്നിലേക്ക് തന്നിരിക്കുന്നത്, ഞാൻ ആ ആത്മാവിനെ എന്നിലേക്ക് തിരിച്ചു തരുന്നു. എൻ്റെ ഒരു ശ്വാസമാണല്ലോ മനുഷ്യൻ, അപ്പോൾ ആ ശ്വാസം ഞാൻ തിരിച്ചു തരികയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങോട്ട് എൻ്റെ ജീവനെ തന്നെ അങ്ങോട്ട് ഈശോയിലേക്ക് തരികയാണ്. എൻ്റെ ദുഃഖങ്ങൾ, എൻ്റെ മുറിവുകൾ, എൻ്റെ ആകുലതകൾ, എൻ്റെ സങ്കടങ്ങൾ, എൻ്റെ ദേഷ്യം, എന്നോട് മിണ്ടിയവർ, എൻ്റെ ഉള്ളിലുള്ള വ്യക്തികൾ, പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ കേട്ടിട്ടുള്ളവർ, കണ്ടിട്ടുള്ളവർ, എന്നെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന, അങ്ങനെ എല്ലാവരും എൻ്റെ ജീവിതത്തോട് ചേർന്നിരിക്കുന്ന അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള എല്ലാ ആൾക്കാരും എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങോട്ട് ഊതാൻ തുടങ്ങി. അത് എനിക്ക് ഭയങ്കര ആശ്വാസം തുടങ്ങി. എല്ലാവർക്കും വേണ്ടി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്നുള്ളൊരു തോന്നൽ എനിക്ക് തോന്നി തുടങ്ങി. അങ്ങനെ ഞാനിത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒരു ദിവസം ഞങ്ങളുടെ അർത്തിക്കപ്പള്ളിയിൽ ഇത് ചെയ്തപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഈ ജീസസ് യൂത്തിലെ കുറച്ച് പിള്ളേർ അന്ന് അവരുടെ പ്രാർത്ഥനയ്ക്ക് വിളിച്ചു കൂട്ടിയിരുന്നു. അന്നേരം അവരെൻ്റെ അടുത്ത് ചോദിച്ചു, അച്ഛൻ എന്തിനാണ് ഈ സാധനത്തിട്ട് ഊതണമെന്ന്, ഇങ്ങനെ കുർബാനയിലിട്ട് ഊതണം എന്താണ്, അങ്ങനെ എല്ലാ അച്ഛന്മാരും ചെയ്യാറില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ റാപ്സൻ അച്ഛൻ്റെ പോലുള്ള ഒരു ദുഷ്ടത എനിക്കുണ്ടായില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ട് അവരോട് പറഞ്ഞു, ഞാൻ ഇതാണ് ഉദ്ദേശിക്കുന്നത്, എൻ്റെ ജീവനാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഈശോയുടെ ആത്മാവ് വീണ്ടും എന്നിലേക്ക് ഇങ്ങോട്ട് വരട്ടെ, ഞാൻ അങ്ങോട്ട് എൻ്റെ ജീവൻ കൊടുക്കുന്നു, അതിനുശേഷം ഈശോയുടെ ജീവൻ എന്നിലേക്ക് തരികയാണ് എന്നുള്ള രീതിയിലൊക്കെ ഞാൻ പറഞ്ഞിങ്ങനെ പറഞ്ഞു തടി. എനിക്ക് നല്ല രീതിയിലൊന്നും വ്യാഖ്യാനിക്കാൻ പറ്റിയില്ലെങ്കിലും ഞാനത് തടി തപ്പി. ഒരു 5-8 മാസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം അപ്പച്ചൻ സീരിയസ് ആയിട്ട് കിടക്കുകയായിരുന്നു. ആ സമയത്ത് അപ്പോൾ അപ്പച്ചനെ അങ്ങനെ സീരിയസ് ആയിട്ട് കിടക്കുന്ന സമയമായതുകൊണ്ട് ഞാൻ വീട്ടിലുണ്ടായിരുന്നു. അമ്മച്ചി അപ്പച്ചനൊന്നും വീട്ടിലല്ല, പെങ്ങളുടെ വീട്ടിലായിരുന്നു. അപ്പം ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. ഞാൻ അർത്തിങ്കപ്പള്ളിയിൽ പോയി കുർബാന ചൊല്ലിയിട്ട് തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ ഈ ജീസസ് യൂത്തിലെ ഒരു യുവാവ് ഞങ്ങളുടെ വീടിൻ്റെ വാതിക്ക് വന്ന് നിൽപ്പുണ്ട്. അച്ഛനെ ഞാൻ പള്ളിയിൽ വെച്ച് കണ്ടായിരുന്നു, അച്ഛനോട് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്ന് നിന്നാണെന്ന് പറഞ്ഞു. അപ്പം എന്തു പറ്റിയടാ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ, അച്ഛനറിയാലോ ഞങ്ങൾക്ക് 8 വർഷമായിട്ട് പിള്ളേരില്ലായിരുന്നു. 8 വർഷമായിട്ട് ഞങ്ങൾക്ക് പിള്ളേരില്ലായിരുന്നു. അപ്പം ആ പിള്ളേർക്ക് വേണ്ടി ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. എങ്കിലും ദൈവത്തിൻ്റെ ഇഷ്ടം അതായിരിക്കട്ടെ എന്ന് കരുതിയാണ് ഞങ്ങൾ വിട്ടുകൊടുക്കുമായിരുന്നു. ഈ 1 വർഷം മുമ്പ് ഞാനും എൻ്റെ ഭാര്യയും കൂടി ആശുപത്രി ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഭാര്യ പ്രഗ്നൻ്റ് ആണ്, 8ാമത്തെ വർഷമാണ്, ഭാര്യ പ്രഗ്നൻ്റ് ആണ്. അപ്പം 3 മാസത്തെ സ്കാനിങ് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം എന്താകും എന്നുള്ളത്. സ്കാനിങ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, കൊച്ചിനെ കളയുന്നതായിരിക്കും നല്ലത്, കാരണം അത് ഇങ്ങനെ ഫോംലെസ് ആയിട്ടുള്ള ഒരു കുഞ്ഞാണ്, പിന്നെ അതിൻ്റെ ലിംഗം പോലും നിർണ്ണയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അത് രൂപരഹിതമായിട്ടുള്ള ഒരു മാംസകഷ്ണം മാത്രമായിരിക്കും വരുന്നത്, അപ്പോൾ അതുകൊണ്ട് കളയുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടുപേരും ഇങ്ങനെ പെട്ടെന്ന് ഡൗൺ ആയി. എങ്കിലും ഇവളുടെ കൈ ഇങ്ങനെയൊക്കെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, പേടിക്കണ്ട, നമുക്കതിനെ കൊല്ലണ്ട, ആരോടും പറയുകയും വേണ്ട. ഡോക്ടറിൻ്റെ അടുത്തും പറഞ്ഞു, ഇവളോടും പറഞ്ഞു, നമുക്കിത് ആരോടും പറയണ്ട, നീ പ്രഗ്നൻ്റ് ആണെന്ന്, ഗർഭിണിയാണെന്ന് നമുക്ക് ആരോടും പറയണ്ട, ഞങ്ങൾ ഇതിനെ കൊല്ലുന്നില്ല ഡോക്ടറെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവിടുന്ന് പോന്നു. പിന്നീട് അവർ വേറൊരു ഡോക്ടറിൻ്റെ അടുത്താണ് പോയത്, മെഡിക്കൽ കോളേജിലാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ അവിടെ കൊണ്ടുപോയി മാറിയൊക്കെ ചിലപ്പോൾ ഡോക്ടർമാരെ കാണിച്ചു അവരിങ്ങനെ ഈ
മാസങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി. 7-ാം മാസത്തിൽ ഈ പെണ്ണ് പ്രസവിച്ചിട്ട് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ഈ മനുഷ്യൻ്റെ കയ്യിലേക്ക് ഒരു തുണിച്ചുറ്റ് ഇങ്ങനെ കൊണ്ടുവന്ന് ഡോക്ടർ കൊണ്ടുവന്ന് കൊടുത്തിട്ട് പറഞ്ഞു, ആദ്യമേ തന്നെ ഡോക്ടർ പറഞ്ഞിരുന്നതല്ലേ ഇതിനെ കളയാൻ, നോക്ക്, ഈ കുഞ്ഞിൻ്റെ തുണിയൊന്ന് അഴിച്ച് നോക്ക്. ഈ മനുഷ്യനിങ്ങനെ മെല്ലെ തുണിയുടെ അകത്തൂടി കുഞ്ഞിനെ കൈയിട്ടിട്ട് വെറുതെ ഒരു ആകൃതിയുമില്ലാത്ത ഒരു കുഞ്ഞ്, അതും ശ്വാസം പോലും ഇല്ലാതെ മരിച്ച കുഞ്ഞ്, ചാപിള്ള എന്ന് പറയാൻ വന്ന രീതിയിൽ മരിച്ചു കിടക്കുന്ന ഒരു കുഞ്ഞ്. ഈ കുഞ്ഞിനെ ഈ മനുഷ്യൻ കൊണ്ടുപോയി ഇവളുടെ അടുത്ത് കൊണ്ട് കിടത്തി. എന്നിട്ട് പറഞ്ഞു, കുറച്ചു നേരമെങ്കിലും അവളുടെ അടുത്ത് ഈ കുഞ്ഞ് കിടന്നോട്ടെ. എന്നിട്ട് ഇയാള് അടുത്തുള്ള ഒരു ആശ്രമത്തിലേക്ക് ഓടിയിട്ട് അവിടെ ചെന്നിട്ട് അച്ഛനോട് പറഞ്ഞു, എനിക്ക് കുർബാന സ്വീകരിക്കണം, ഒന്ന് കുർബാന തരുമോ എന്ന് ചോദിച്ചു. അച്ഛനറിയാവുന്ന ജീസസ് യൂത്തിലൊക്കെ ഉണ്ടായിരുന്നതായതുകൊണ്ട് അച്ഛൻ ഇവന് കുർബാന എടുത്തു കൊടുത്തു. കുർബാന കൊടുത്തിട്ട് ഇവൻ ഈ കുർബാന 3 മണിക്കൂറോളം ഇവൻ ഇവിടെ ആശ്രമത്തിൽ വന്ന് തിരിച്ച് ആശുപത്രിയിൽ എത്തി. എന്നിട്ട് ഈ കുർബാന സ്വീകരിച്ചിട്ട്, കുർബാന ഉള്ളിൽ സ്വീകരിച്ച ആ കുർബാനയുടെ ഒരു ശക്തിയിലാവും വന്നിട്ട് ഈ കുഞ്ഞിൻ്റെ ചെവിയിൽ, കുഞ്ഞിൻ്റെ മൂക്കിലും വായിലും ചെവിയിലൊക്കെ ഇങ്ങനെ ഊതിക്കൊണ്ടിരുന്നു. ഭാര്യ കണ്ണു തുറക്കുന്നതിന് മുമ്പ് എൻ്റെ ഈശോയെ, ഈശോയുടെ ശക്തി, ഈശോയുടെ നാമത്തില് ഞാൻ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുഞ്ഞിന്റെ ശരീരത്തിലേക്ക് ഇവൻ ഊതിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് കൊച്ചിന്റെ തൊണ്ട നമ്മളിങ്ങനെ പൊട്ടിയെന്ന് അവൻ പറയണ. പൊട്ടിയിട്ട് കൊച്ചൊറ്റ കരച്ചിൽ കരയാൻ തുടങ്ങി. ഈ കരച്ചിൽ കേട്ടാണ് ഇവള് കണ്ണു തുറക്കണം. 3.5 മണിക്കൂർ മരിച്ചു കിടക്കുന്ന ഒരു കുഞ്ഞിനെയാണ് ഇവള് കിടത്തിയിരുന്നതെന്നും ഈ ഡോക്ടറിന് ഇവനും അല്ലാതെ ഈ കുഞ്ഞിന് ജീവനില്ലായിരുന്നത് പോലും അറിയാവുന്നത് ഇവർക്ക് 2 പേർക്കും മാത്രമാണ്. എന്നിട്ട് അപ്പോൾ അവൾ കണ്ണു തുറക്കുകയാണ്, കുഞ്ഞ് കരയാൻ തുടങ്ങി. കുഞ്ഞിനെ ഇവളുടെ കയ്യിലോട്ട് കൊടുത്തിട്ട് പറഞ്ഞു, നമ്മുടെ കുഞ്ഞ്. അപ്പോഴും അവന്റെ പ്രതീക്ഷ മുഴുവനും കുഞ്ഞിന് ജീവനുള്ള കുഞ്ഞാണെന്ന് മാത്രമാണ്, കുഞ്ഞ് വികൃതമാണെന്ന് അവൻ അപ്പോഴും അവളോട് പറഞ്ഞിട്ടില്ല. ഇവള് കുഞ്ഞിനെ കാണാനായിട്ട് തുണി അഴിച്ചപ്പോ ഉണ്ടല്ല, സാധാരണ ഒരു കുഞ്ഞ്, ജീവനറ്റ കുഞ്ഞ്, നല്ല തുടിപ്പുള്ള കുഞ്ഞ്. ഇവിടെ ഞാൻ പറഞ്ഞില്ല, ഒന്നും നിസ്സാരമായിട്ട് കരുതരുത്. വിശുദ്ധ അമ്മ ത്രേസ്യ നമുക്ക് നൽകുന്ന ഒരു വലിയ പാഠത്തില് ഇതുകൊണ്ട് ഞാൻ പറയും, എനിക്ക് സാക്ഷ്യം, അതൊരു സാക്ഷ്യം കൂടിയാ, ഈ മണ്ണിന് വേണ്ടിയുള്ള ഒരു സാക്ഷ്യം. എന്റെ ആ സഹോദരന് വേണ്ടി ഈ പള്ളിയിൽ നിന്ന് വന്ന ഒരു ചെറിയൊരു ശ്വാസം പോലും ദൈവത്തിന്റെ ആത്മാവ് രൂപവും ഭാവവും നൽകും മക്കളെ. അതുകൊണ്ട് തമ്പുരാന്റെ ഈ തിരുനടയില് നിങ്ങൾക്ക് വിശ്വസിക്കാം, ഓരോ പ്രവൃത്തിയും നിസ്സാരവൽക്കരിക്കാനുള്ളതല്ല. അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും പ്രായശ്ചിത്ത പ്രവൃത്തികൾ കൊണ്ട് ഒരുപാട് മാനസാന്തരങ്ങളും ഈ മണ്ണിൽ ഇനിയും ഉണ്ടാകുമെന്ന് ഈ സാക്ഷ്യം വിശുദ്ധ അമ്മ ത്രേസ്യ നമ്മളോട് ഇന്ന് ഈ പരിത്യാഗ പ്രവൃത്തിയിലേക്ക് കടന്നു വരുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ, പ്രിയ കുഞ്ഞെ, നീ ഈശോയുടെ നാമം പേറി നിന്റെ ശരീരത്തെയും മനസ്സിനെയും നീ വിശുദ്ധീകരിക്കുമ്പോൾ ഭയപ്പെടേണ്ട. ഞാനാണ് നിന്റെ വലതുകരം പിടിച്ചിരിക്കുന്നതെന്ന് തമ്പുരാന്റെ വചനത്തിൽ വിശ്വസിച്ചോ. ഞാൻ പർവ്വതങ്ങളിൽ നോക്കി കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ചു, എനിക്ക് എവിടെ നിന്ന് സഹായം വരും? ഇവിടെ നിന്ന് വരും. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ഈ കർത്താവിൽ നിന്ന്, അഴുകാത്ത ഹൃദയം എനിക്ക് നൽകിയ ഈ കർത്താവിൽ നിന്ന് വരുമെന്ന് ഈ അമ്മ നമ്മളെ ഇന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഈ അമ്മയുടെ തിരുനടയിലേക്ക്, ഈശോയുടെ കൈകെട്ടി ഈശോയുടെ ഈ മുറിവിലേക്ക് നിന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നീ നിന്നെ തന്നെ വിശുദ്ധീകരിക്കുക. ഓരോ പ്രവൃത്തിയും അർത്ഥമുള്ളതാണ്, ഓരോ പ്രവൃത്തിയിലും അത്ഭുതങ്ങളുള്ളതാ, ഓരോ പ്രവൃത്തിയിലും ഒരുപാട് അഴിയപ്പെടലുകളും ബന്ധിക്കപ്പെടലുകളും ഉണ്ടെന്ന് ഒന്ന് തിരിച്ചറിയണേ. നമുക്കറിയാം, നമുക്ക് ഒന്നും നിസ്സാരമായി കരുതുകയല്ല. ഈ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തില് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ ഉപേക്ഷിക്ക്. നിന്റെ ജീവിത അമ്മ ത്രേസ്യ തന്റെ ആഭ്യന്തര കർമ്മത്തിലെ 2-ാം അധ്യായത്തില് 10, 11, 13, 15 ഖണ്ഡികകളിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. നമ്മളുടെ ഓരോരോ പരിത്യാഗ പ്രവൃത്തികളും ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകും. നീ പാപം ചെയ്യാത്തവളാണെങ്കിൽ പോലും മറന്നേക്കരുത്, നിന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാം. നീ പരിത്യാഗ പ്രവൃത്തികൾ ഇവിടെ വെച്ച് ചെയ്തില്ല എങ്കിൽ നിനക്ക് മറ്റൊരു ലോകത്തിലൂടെ കടന്നു പോകേണ്ടി വരും. അന്ന് നീ ഒരുപാട് അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ചില പ്രായശ്ചിത്ത പ്രവൃത്തികളെ നമ്മൾ ഉപവസിക്കുന്നത് എന്തിനാ? അല്ലെങ്കിൽ കുർബാനക്ക് പോയിട്ട് എന്തിനാ? കുമ്പസാരിച്ചിട്ടത് എന്തിനാ? ഈ ഉരുൾ നേർച്ച നടത്തിയിട്ട് എന്തിനാ? മുട്ടുമേ നിറങ്ങിയിട്ട് എന്തിനാ? ഒന്നിനെ നമ്മളിവിടെ വെച്ച് ചെയ്താൽ
നിന്റെ പാപങ്ങളില്ല എങ്കിൽ പോലും ഇത് ചെയ്താൽ നിനക്ക് ഒരുപാട് കൃപകള് ദൈവം തുറന്നു വെച്ചിട്ടുണ്ടെന്നേ. 1000 അനുഗ്രഹങ്ങൾ ദൈവം നിനക്ക് വേണ്ടി മറച്ചു വെച്ചിട്ടുണ്ടെന്ന്. ആ അനുഗ്രഹങ്ങളിലേക്ക് നമ്മെ തന്നെ കൊണ്ടുവരുവാനായിട്ട് ഇതൊരു കാരണമായിട്ട് തീരും. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കാര്യം പറയാറുണ്ട്. അവനെ 8ാം ക്ലാസ് തൊട്ട് ഈ പുകല തിന്നുമായിരുന്നു. ഈ പുകല തിന്നുന്നത് കൊണ്ട് അവൻ 10ാം ക്ലാസ് പരീക്ഷ എഴുതുന്നത് പോലും ഈ പുകല തിന്നു. അതുകൊണ്ട് അവനെ വിളിച്ചിരുന്നത് പുകല ജോസഫ് എന്നാണ്. ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടാ. പുകല ജോസഫ് എന്നാണ് അവനെ വിളിച്ചിട്ടിരുന്നത്. അവൻ +2 കഴിഞ്ഞു, കോളേജ് കഴിഞ്ഞു. നല്ല ബുദ്ധിജീവിയായിരുന്നു. ഇങ്ങനെ ലഹരിയിലായിരുന്നെങ്കിലും നല്ലവണ്ണം പഠിക്കുമായിരുന്നു. എങ്ങനെ കിട്ടണം എന്നറിയാമല്ല. ക്ലാസ്സിൽ വന്നിരിക്കുന്നത് പോലും ലഹരിയില്ല. പരീക്ഷ എഴുതിക്കൊണ്ടിരുന്ന ലഹരിയില്ല. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ കാലഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ പോലും ഇവൻ നല്ലൊരു നാട്ടിലെ അറിയപ്പെടുന്ന നല്ല കുടിയനും നല്ല കഞ്ചാവ് വലിക്കാരനും അത്യാവശ്യം കഞ്ചാവ് വിൽപ്പനക്കാരനുമായി എല്ലാ പെണ്ണുങ്ങളോടും മര്യാദകേട് പ്രവർത്തിക്കുന്നതിനായിട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവന്റെ കല്യാണം ഈ സുഹൃത്തായതുകൊണ്ട് കല്യാണത്തിന് വിളിച്ചപ്പോൾ പ്രസംഗിച്ചപ്പോൾ ഞാൻ ആ പെൺകുട്ടിയോട് പറഞ്ഞു, എടി നീ എന്ത് കണ്ടിട്ടാണ് കല്യാണം കഴിച്ചത്? ഈ നാട്ടിലെ ഏറ്റവും വൃത്തികെട്ടവനെന്ന് പറയാവുന്നവനെയാണ് നിനക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അവൻ അന്നേരവും ലഹരിയിൽ ഇങ്ങനെ നിൽക്കുക, കണ്ണും ചുവപ്പിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നിന്റെ ജീവിതം കട്ടപ്പുകയാ. ഇപ്പൊ വേണമെങ്കിൽ തീരുമാനമെടുക്കാം. ഈ ചെയ്യുന്ന തീരുമാനം മാറ്റാൻ പറ്റാത്തതാണ്. വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടതാണ്. കാരണം ഈ നാട്ടിൽ ആരും അവന് പെണ്ണ് കൊടുക്കുന്നില്ലായിരുന്നു. എന്നിട്ട് വേറൊരു നാട്ടിലെ 2 പെൺകുട്ടികളുള്ള ഒരു പാവപ്പെട്ട കുടുംബത്തിലെ 2 പെൺകുട്ടികളുള്ള മൂത്ത പെൺകുട്ടിയെ കെട്ടിക്കുക. കാരണം അവള് കെട്ടിപ്പോയാലേ ഇളയവളെ കെട്ടിക്കാൻ പറ്റുള്ളൂ. ദാരിദ്ര്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു വീട്ടിലാ പെൺകുട്ടി, മൂത്ത പെൺകുട്ടിയായവള്. അതുകൊണ്ട് ഗതികേട് കൊണ്ട് കെട്ടുന്നതാണ് എന്ന് ഏകദേശം എല്ലാവർക്കും തന്നെ മനസ്സിലായതാ. എന്നിട്ടും അവൾ വളരെ സന്തോഷത്തോടുകൂടി പുഞ്ചിരിയോടുകൂടി അവനെ കരം പിടിച്ചു പോയി. ഏതാനും വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ അർത്തിങ്കപ്പള്ളിയില് പെരുന്നാളിന്റെ സമയത്ത് പള്ളിമുറ്റത്ത് നിൽക്കുമ്പോൾ ഈ പുകല ജോസഫിനെ കാണുമ്പോൾ ഉണ്ടല്ലോ, അവന്റെ ചുണ്ടുകളില് ചുവപ്പില്ല, അവന്റെ പല്ലുകളിൽ കറയില്ല, അവന്റെ കണ്ണുകളിൽ ലഹരിയുടേതായിട്ടുള്ള ഒരു വികാരങ്ങളുമില്ല. അവൻ അവളുടെ കരവും പിടിച്ചു നിൽപ്പുണ്ട്. 4-5 വർഷം കഴിഞ്ഞു. ഞാൻ ചോദിച്ചു, നീയാണോ ഇത് അന്നത്തെ ഭാര്യ തന്നെയാണോ ഇത് എന്ന് ഞാനിങ്ങനെ ചോദിച്ചപ്പോ ഇതെങ്ങനെ സംഭവിച്ചു? അപ്പൊ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞ എന്താണെന്നറിയാ, ഇവളുടെ കര ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ഇവളാണ് എന്നെ മാറ്റിയത്. ഈ 10-15 വർഷത്തോളം ലഹരിയിൽ കിടന്നിരുന്ന, അന്ധകാരത്തിൽ കിടന്നിരുന്ന, ഇരുട്ടിൽ കിടന്നിരുന്ന ഇവള് മാറ്റി. ആദ്യ രാത്രിയിൽ തന്നെ ഇവൻ ബോധരഹിതനായിട്ടാണ് ഇവരുടെ ബെഡ്റൂമിൽ കിടക്കുന്നത്. മാസങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിയുമ്പോഴും ഇവൻ ലഹരിയിൽ തന്നെയാണ്. കളക്ടറേറ്റിലാണ് ഇവൻ ജോലി. അന്നേരവും ഇവള് പാവപ്പെട്ട വീട്ടിലാണ്. പക്ഷെ ഇവൻ ഒരു ദിവസം പെട്ടെന്ന് രാത്രിയിൽ ഇങ്ങനെ ഉണരുമ്പോ ഇവൻ കാണുന്ന കാഴ്ച, ഇവന്റെ ഭാര്യ ഇവന്റെ 2 കാലും വലിച്ചു നീട്ടിയിട്ട് ഇവന്റെ 2 കാലിന്റെയും തള്ള വിരലുകള് ഇവളുടെ ഇടത് കൈ വെച്ച് ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിരിക്കുക. എന്നിട്ട് വലത് കൈയില് കൊന്ത പിടിച്ചിങ്ങനെ കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുന്നതാണ് ഇവൻ കാണുന്നത്. ചാടി എഴുന്നേറ്റിട്ട് അവൾക്കൊട്ടൊരു ചവിട്ടും കൊടുത്തു. എന്നിട്ടാണ് കാണിച്ചുകൊണ്ടിരിക്കണമെന്ന് വെച്ച്. എന്നിട്ട് അവൻ കിടന്നുറങ്ങി. പക്ഷേ പിന്നീട് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അവൻ വീണ്ടും ഇങ്ങനെ പെട്ടെന്ന് രാത്രി ഉണർന്നുമ്പോൾ ഇവൻ കാണുന്ന കാഴ്ച, ഇവന്റെ ഭാര്യ ഇവൻ ഉറങ്ങി എന്ന് കാണുമ്പോൾ ഇവന്റെ 2 കാലും വലിച്ചു നീട്ടിയിട്ട് കാലിന്റെ 2 തള്ളവിരലും ഇങ്ങനെ ഇടത് കയ്യിൽ ഇങ്ങനെ കൂട്ടിപ്പിടിക്കും. എന്നിട്ട് വലത് കയ്യിൽ കൊന്തയും പിടിച്ച് രാത്രി മുഴുവൻ ഇവളിങ്ങനെ ഇരിക്കും. ഇവൻ ഒരു രാത്രി എഴുന്നേറ്റപ്പോ വീണ്ടും അടുത്ത രാത്രി എഴുന്നേറ്റപ്പോ വീണ്ടും കാണുന്ന കാഴ്ച ഇതാ. അവൻ അന്നും അവളോട് ദേഷ്യപ്പെട്ടു. പിന്നീട് അവൻ മദ്യപിക്കാതെ, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാതെ വന്ന് കിടക്കാൻ തുടങ്ങി. എന്നിട്ട് അവൻ മനഃപൂർവ്വം ഉറക്കത്തിന്റെ ഇടയിൽ ഉണർന്നു നോക്കാൻ തുടങ്ങി. അവൻ മനസ്സിലായി, അവൻ ഉറങ്ങിയെന്ന് തോന്നുമ്പോൾ ഇവന്റെ അടുത്ത് നിന്ന് എഴുന്നേക്കും. എന്നിട്ട് അവന്റെ 2 കാലും വലിച്ചു നീട്ടും. എന്നിട്ട് 2 കാലിന്റെയും തള്ള വിരൽ അവളുടെ ഇടത് കൈ വെച്ച് ഇങ്ങനെ പിടിക്കും. വലത് കൈയിൽ കൊന്തയും പിടിച്ചുകൊണ്ട് അവൾ രാത്രി മുഴുവനും ചൊല്ലിക്കൊണ്ടിരിക്കുക. നേരം വെൾക്കാറാകുമ്പോൾ ഇവൻ എഴുന്നേക്കുമെന്ന് തോന്നുന്ന സമയത്ത് ഇവന്റെ കൈ വിട്ടിട്ട് ഇവന്റെ അടുത്ത് വന്ന് അനങ്ങാതെ കിടക്കും. ഇവൻ ഉണർന്നെന്ന് കാണുമ്പോൾ ചാടി എഴുന്നേറ്റിട്ട് ചായ എടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവൾ അടുക്കളയിലോട്ട് പോകും. ഇവളുടെ ഈ പ്രവൃത്തി ഇവൻ ദിവസങ്ങൾ കാണാൻ തുടങ്ങി, ആഴ്ചകൾ കാണാൻ തുടങ്ങി, മാസങ്ങൾ കാണാൻ തുടങ്ങി. അവൻ മദ്യപിക്കാതെ, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാതെ ഇവളെ വാച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പോഴൊക്കെ അവൾ തന്റെ പരിത്യാഗ പ്രവൃത്തി ചെയ്തു തുടർന്നുകൊണ്ടിരുന്നു. ദൈവത്തിന്റെ മുമ്പിൽ അവൾ മുട്ടുകുത്തി, ദൈവത്തിന്റെ മുമ്പിൽ അവൾ കുത്തി കണ്ണുനീരൊഴുക്കാൻ തുടങ്ങി. ഒരു കണ്ണുനീരും ദൈവത്തിന് അവഗണിക്കാൻ കഴിയില്ല. ദൈവം എപ്പോൾ പിശാച് ഭയപ്പെടുന്നെന്ന് അറിയാമോ? നമ്മൾ മുട്ടുകുത്തുമ്പോൾ, പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ, അതിനുവേണ്ടി പ്രായശ്ചിത്ത പ്രവൃത്തികൾ ചെയ്യുമ്പോൾ
ദൈവം അവിടെ കരുണ ഒഴുക്കാൻ തുടങ്ങും. സാത്താൻ ഭയപ്പെടാൻ തുടങ്ങും. അവളുടെ പ്രാർത്ഥനയുടെയും പ്രായശ്ചിത്ത പ്രവൃത്തിയുടെയും മാസങ്ങൾ, ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ അവൻ സ്വയം വേണ്ടെന്ന് വെച്ചു, മദ്യം വേണ്ടെന്ന് വെച്ചു, ലഹരി വസ്തുക്കൾ, മുറുക്കുന്ന വസ്തുക്കളെല്ലാം മാറ്റിവെച്ചു, കഞ്ചാവ് മാറ്റിവെച്ചു. അവൻ പറയുകയാണ്, എത്ര അച്ഛന്മാർ എനിക്ക് കൂട്ടുണ്ട്, എത്ര ധ്യാന കേന്ദ്രങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്, പക്ഷെ ഉണ്ടല്ലോ അച്ഛാ, ഇവളുടെ ഈ പ്രവൃത്തിയാ അച്ഛാ എന്നെ മാറ്റിയത്. ഇത് പരിത്യാഗത്തിന്റെ ദിവസമാണ്. ഇത് പരിത്യാഗത്തിന്റെ ദിവസമാണ്. നിന്റെ കണ്ണുനീരിന് ഈ ദൈവം ഉത്തരം നൽകുന്നുണ്ടെന്ന് വിശുദ്ധ അമ്മ ത്രേസ്യ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒന്നും നിസ്സാരമായി കരുതണ്ട പ്രിയപ്പെട്ടവരെ. ഇതൊരർത്ഥമുള്ള ദിവസമാണ്. ഇതൊരു അനുഗ്രഹത്തിന്റെ ദിവസമാണ്. ഇതൊരുപാട് അനുഗ്രഹങ്ങളുടെ ദിവസമാണ് എന്നുകൂടി തിരിച്ചറിയണേ. ഒപ്പം ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു മാതൃകാ തിരുനാളാണ്. ഈ മാതൃകാ തിരുനാള് വിശുദ്ധ അമ്മ ത്രേസ്യയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് ഒരുപടി കൂടി അമ്മ ത്രേസ്യയുടെ ഈ പ്രാർത്ഥനാ ശൈലിയിലേക്ക് വളരാനുള്ള അവസരമാണ്. അനുഗ്രഹങ്ങൾ ധാരാളമായിട്ടുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോഴും നിങ്ങൾക്ക് ഒരുപടി കൂടി നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ടുള്ള കൃപ ഈ ദിവസം നമുക്ക് സാധിച്ചെടുക്കണം. അതിനാണ് വിശുദ്ധ അമ്മ ത്രേസ്യ പറഞ്ഞു തരിക, സ്നേഹിക്കുന്നവരായി മാറുക, എളിമയുള്ളവരായി മാറുക, പരിത്യാഗ പ്രവൃത്തിയായി മാറുക, ഇന്ദ്രിയങ്ങളെ, ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള ഇന്ദ്രിയങ്ങളെ വിശുദ്ധീകരിച്ചുകൊണ്ട് അതിനെ ദൈവത്തിലേക്ക് ആകർഷിച്ചുകൊണ്ട് ആ ദൈവത്തിൽ ഐക്യം പ്രാപിക്കുന്നവരായിട്ട് മാറുക. എന്നിട്ട് പ്രേക്ഷിത പ്രവൃത്തിയിലേക്ക് ഇറങ്ങി പുറപ്പെടാനായിട്ടാണ് വിശുദ്ധ അമ്മ ത്രേസ്യ നമ്മളോട് പറയുക. മാതൃകയായി മാറുക. അമ്മ ത്രേസ്യ തൻ്റെ കൈകെട്ടി ഈശോയെ കണ്ടു കഴിയുമ്പോൾ ഈ പരിത്യാഗ പ്രവൃത്തികളിലൂടെയും തൻ്റെ ജീവിതത്തിൽ ഇത് എഴുതി വെച്ചതുപോലും ആധ്യാത്മിക ഗുരുക്കന്മാരുടെ സമ്മർദ്ദത്തിലും ആ തലവേദനയും രോഗവും നിൽക്കുമ്പോൾ പോലും ഇത് എഴുതി വെച്ചു. കാരണം ഒരാത്മാവും നഷ്ടപ്പെട്ടു പോകരുത്. ഈ ജീവിത ശൈലിയിലൂടെ, എൻ്റെ മാതൃകയിലൂടെ ഒരുപാട് പേരെ ദൈവത്തിലേക്ക് കൊണ്ടുവരാം എന്ന് പറഞ്ഞു. അതുപോലും എഴുതിയതുപോലും ഒരു പരിത്യാഗ പ്രവൃത്തിയായിരുന്നു. അപ്പോ നമുക്ക് അമ്മ എഴുതി തന്ന ഓരോ വചനങ്ങൾ പോലും ഓർത്തേക്കണേ, നമുക്കൊരുപാട് അനുഗ്രഹങ്ങൾ നൽകാനുള്ള അവസരങ്ങൾ കൂടിയാണ്. ഒരു സംഭവം കൂടി പറഞ്ഞിട്ട് അച്ഛൻ നിർത്താം, മതിയായ? ഓക്കെ, ഒരു സംഭവം കൂടി പറഞ്ഞ് നിർത്താം. ഞങ്ങളുടെ മിഷൻ ധ്യാനത്തിന്റെ ലീഡറാണ് ഈ അൾത്താരയിലിരിക്കുന്ന ബാബു പോളച്ചൻ. മിഷൻ ധ്യാനത്തിന്റെ ഈ വർഷം ഏതാണ്ട് 15ഓളം മിഷൻ ധ്യാനം നടത്തിയിട്ടുണ്ടെന്ന് ഉള്ളതാണ് എനിക്കറിയാവുന്നത്, എൻ്റെ ഒരു ഓർമ്മ. അപ്പം അച്ഛൻ ഇങ്ങനെ എല്ലാവരെയും ഇങ്ങനെ കോർഡിനേറ്റ് ചെയ്യും. ഈ മിഷൻ ധ്യാനത്തിന്റെ സമയത്ത് ഒരുപാട് അച്ഛന്മാരെ വിളിച്ചിട്ട് എല്ലാ വീടുകളും വെഞ്ചരിക്കണം. അപ്പോൾ അച്ഛൻ ഇങ്ങനെ എല്ലാ അച്ഛന്മാരെയൊക്കെ വിളിക്കും. ഞാൻ പൊതുവെ വെഞ്ചരിക്കാൻ പോകുന്ന കൂട്ടത്തിലുള്ള ഒരു അച്ഛനാണ്. അപ്പോൾ എന്നെയും വിളിക്കാറുണ്ട് അച്ഛൻ. അപ്പോൾ ഒരു പള്ളിയിൽ വെഞ്ചരിക്കാനായിട്ട് ഇതുപോലെ മിഷൻ ധ്യാനമുണ്ട്, വെഞ്ചരിക്കാൻ വരണം, നീ 2 ദിവസം ഉണ്ടാകണം, 3 ദിവസം ഉണ്ടാകണം എന്നൊക്കെ അച്ഛൻ പറയും. അതനുസരിച്ച് ഞാൻ എൻ്റെ ആശ്രമത്തിൽ നിന്ന് പോകും. അപ്പം ഒരു പള്ളിയിൽ ചെന്നപ്പോൾ ഒരമ്മച്ചി, ഒരു 72 വയസ്സുള്ള ഒരു അമ്മച്ചി വന്നിട്ട് എല്ലാ 1-2 അച്ഛന്മാരോട് പറയുന്നത് ഞാൻ കണ്ടു. എൻ്റെ അടുത്തും വന്നിട്ട് ഈ അമ്മച്ചി പറഞ്ഞു, അച്ഛാ എൻ്റെ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞു. എൻ്റെ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ അച്ഛനും പറഞ്ഞു കാണും ചിലപ്പോൾ. ഞാൻ പറഞ്ഞു, എല്ലാവരുടെയും വീട്ടിൽ അച്ഛന്മാർ വരും ചേച്ചി, അമ്മച്ചി എന്നാണ് ഞാൻ അന്നേരം വിളിച്ചത്. 72 വയസ്സുണ്ട്, അമ്മച്ചിയാണ്. ഇപ്പോൾ എനിക്ക് അമ്മച്ചിക്ക് തുല്യമാണ് അവർ. അപ്പം അവർ പറഞ്ഞു, ചേച്ചി എല്ലാവരുടെയും വീട്ടിൽ അച്ഛന്മാർ വരും. അപ്പോൾ ഉടനെ പറഞ്ഞു, അല്ല ഒരച്ഛൻ വരുമെന്ന് എനിക്കറിയാം, എങ്കിൽ അച്ഛനും കൂടി വന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ അച്ഛന്മാരോടും അവരങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ അടുത്ത് നിന്ന് 2 അച്ഛന്മാരോട് അവർ പറഞ്ഞു, ഇപ്പോൾ എന്നോടും പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്തിരുന്ന വേറൊരു അച്ഛൻ പറഞ്ഞു, ഇവൻ വരും ഉറപ്പായിട്ട് എന്ന് പറഞ്ഞു. ഇവൻ വരുമെന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ അവൻ്റെ ഫോൺ നമ്പറും തരാം, വന്നില്ലെങ്കിൽ വിളിച്ചോന്നും പറഞ്ഞിട്ട് അപ്പം തന്നെ എൻ്റെ ഫോൺ നമ്പർ ഈ അമ്മച്ചിക്ക് കൊടുത്തു. അപ്പം ഞാൻ പെട്ടതുപോലെ ഞാൻ പറഞ്ഞു, ഞാൻ വന്നേക്കാന്ന് പറഞ്ഞു. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ വെഞ്ചരിപ്പ് കഴിഞ്ഞപ്പോൾ ഞാൻ ആ രാത്രി തന്നെ അവിടുന്ന് വണ്ടി വിട്ടു. ഇവരുടെ വീട്ടിൽ പോയില്ല. ഇവരുടെ വീട്ടിൽ ഞാൻ വെഞ്ചരിക്കാൻ പോയത് ഞാനല്ലായിരുന്നു, വേറൊരു അച്ഛനായിരുന്നു. അതിനുശേഷം ഞാൻ പോയി. ഞാൻ പറഞ്ഞിരുന്നു അമ്മച്ചെടുത്ത് ഞാൻ വരാമെന്നൊക്കെ പറഞ്ഞിരുന്നു. അതങ്ങനെ ഞങ്ങളുടെ പോളിസിയാണല്ലോ, നിങ്ങൾ വിളിച്ചാലും ഞാൻ വരാമെന്നൊക്കെ പറയും കേട്ടാ. അപ്പോൾ അങ്ങനെ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മച്ചി ആ സന്തോഷത്തോടു കൂടി പോയി. നമുക്കറിയാമല്ലോ ഈ ചില ഭക്തിപ്രാന്തുള്ള പെണ്ണുങ്ങൾ അങ്ങനെയാണ്. ഇങ്ങനെ വന്നിട്ട് അച്ചാവ അന്നം പ്രാർത്ഥിക്കണമെന്നൊക്കെ പറയും. ഞാൻ അങ്ങനെ കരുതിയത് കേട്ടോ. അപ്പോൾ ഇവരുടെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടിയിട്ടുള്ള കുറേ സങ്കടങ്ങൾ പറയും, അവരുടെ കുറേ നിയോഗങ്ങൾ, മകന് വിദേശത്ത് പോകാനുള്ള മറ്റവൻ്റെ കല്യാണം നടക്കണില്ല, ഇവരുടെ പറമ്പിലെ പ്രശ്നങ്ങൾ, അങ്ങനെ കുറേന്നൊക്കെ കുറേ പറയുമല്ലോ. അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നിസ്സാരവൽക്കരിച്ചു. ഞാൻ പോയി, ആശ്രമത്തിലേക്ക് പോയി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ അമ്മച്ചി എന്നെ വിളിച്ച്, എൻ്റെ നമ്പർ അവരുടെ കയ്യിലുണ്ടല്ലോ. അപ്പോൾ അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛന്മാർ വാക്ക് പറഞ്ഞ് മാറ്റരുത്, അച്ഛന്മാർ ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് അമ്മച്ചി എന്നെ കുറേ സങ്കടത്തോടു കൂടി ശകാരിച്ചു. എന്നിട്ട് പറഞ്ഞു, അച്ഛൻ എന്താ വരാഞ്ഞോന്ന് ചോദിച്ചു.
ഞാൻ പറഞ്ഞു എന്നെ സുപ്പീരിയറച്ചൻ പെട്ടെന്ന് വിളിച്ചതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ തൽക്കാലത്തേക്ക് ഒരു നുണയൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇനി വരുമ്പോൾ ഞാൻ വരാം പറഞ്ഞു. ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് തിരിച്ച് പിന്നും ആ നാട്ടിൽ വരേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ ഞാൻ ഈ അമ്മച്ചിനെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മച്ചി ഞാൻ ഈ നാട്ടിലുണ്ട്, എവിടെയാണ് നിങ്ങളുടെ ചേച്ചി ഞാൻ ഈ നാട്ടിലുണ്ട്, ഞാൻ എവിടെയാണ് വരേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഉടനെ ചേച്ചി എനിക്ക് കൃത്യമായിട്ടുള്ള ലൊക്കേഷനൊക്കെ പറഞ്ഞു തന്നു. ഞാനൊരു ഓട്ടോയൊക്കെ പിടിച്ച് ഇവരുടെ വീട്ടിൽ ചെന്നു. ഈ ഒരു അത്യാവശ്യം ഇത്തിരി മുറ്റമൊക്കെ ഉണ്ട്, ഒരു അത്യാവശ്യം നല്ലൊരു വീട്. ഈ അമ്മച്ചി ഒരു കൊന്തയൊക്കെ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നു. ഞാൻ അമ്മച്ചിയുടെ പറഞ്ഞു, അമ്മച്ചി ഞാനിങ്ങനെ ഒരു ആവശ്യത്തിന് വന്നാണ്, എൻ്റെ കയ്യിൽ ഞാൻ ഉടുപ്പൊന്നും ഇട്ടിട്ടില്ല, പാൻറ്റ് ഷർട്ടോ ഇട്ട് നിൽക്കണേ, ഞാൻ ഇങ്ങനെ വരുള്ളൂ കേട്ടോ എന്നൊക്കെ പറഞ്ഞു പ്രാർത്ഥിക്കാം. ഇവരുടെ പ്രാർത്ഥനയും ഇവരുടെ സങ്കടവും കേട്ടാൽ മതിയല്ല എന്ന് കരുതിയിട്ടാണ് ഞാൻ ചെല്ലുന്നത്. ചെന്നപ്പോൾ കൊന്തയൊക്കെ ചെല്ലി അമ്മച്ചി എന്നെ വീട്ടിലേക്ക് സ്വീകരിച്ചു. ഒരു നല്ല അത്യാവശ്യം നല്ലൊരു മുറി, കർത്താവിൻ്റെ രൂപമൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്, നല്ല അന്തരീക്ഷം തോന്നുന്നൊരു വീട്. ഞാൻ അകത്തേക്ക് കയറുന്നു, അമ്മച്ചിയുടെ അടുത്തിരിക്കുന്നു. അപ്പോൾ ഉടനെ അമ്മച്ചി പറഞ്ഞു, അച്ഛൻ ഇരിക്കണ്ട, എനിക്കൊന്നും പറയണ്ട, എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞിട്ട് അച്ഛൻ എന്നെയും വിളിച്ചിട്ട് അച്ഛൻ വാ എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയിട്ട് വലതുവശത്തേക്ക് ഉള്ള ഒരു റൂം ഇങ്ങനെ തുറന്നു കിടക്കുന്നു. എന്നിട്ട് പറഞ്ഞു, ഇതേ കാണ് എൻ്റെ മൂത്ത മകൻ, 40 വയസ്സ്, തളർന്നു കിടക്കുന്ന, ബുദ്ധിമാന്യം വധിച്ചു കിടക്കുന്ന, കട്ടിലെ തന്നെ കിടക്കുന്ന ഒരു കുഞ്ഞ്. 40 വയസ്സുള്ള ഒരു കുഞ്ഞ്, അമ്മയ്ക്ക് കുഞ്ഞാണ്. ഇവനെ കാണിച്ചിട്ട് പറഞ്ഞു ഇതാണ് എൻ്റെ മകൻ 40, എൻ്റെ മൂത്ത മകൻ, ഇവന് വേണ്ടി പ്രാർത്ഥിക്കണേ അച്ഛാ. ഞാൻ അവൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ പേടിച്ചിങ്ങനെ ഭയപ്പെട്ടിങ്ങനെ നിൽക്കുമ്പോൾ അവനിങ്ങനെ കിടക്കുകയാണ് ഇങ്ങനെ. അപ്പോൾ ഇടതുവശത്തേക്ക് അമ്മച്ചി ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, അത് നോക്കച്ച, എൻ്റെ 35 വയസ്സുള്ള എൻ്റെ മോള് ഒരു മാംസപിണ്ഡം കിടക്കുന്നത്, എൻ്റെ 35 വയസ്സുള്ള എൻ്റെ മോളച്ച. എന്നിട്ട് ഈ അമ്മച്ചി പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനല്ല അച്ഛൻ ഞാൻ വിളിച്ചത്, എൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഞാൻ അച്ഛന്മാരെ വിളിച്ചത്. എൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് അച്ഛൻ ഞാൻ വിളിച്ചത്. അവർക്ക് കുർബാനയില്ല, അവർക്ക് കുമ്പസാരമില്ല, അവർക്ക് അച്ഛന്മാർ തലേ കൈ വെച്ച് പ്രാർത്ഥിക്കുന്നില്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഞാൻ അച്ഛൻ വിളിച്ചത്. ഞാൻ തകർന്നു നിൽക്കുമ്പോൾ ഈ അമ്മച്ചി എന്നെ പിന്നെ അങ്ങോട്ട് കൈ പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചിട്ട് പോയിട്ട് അടുത്ത റൂം തുറന്ന്, അത് അടച്ചിട്ടേക്കായിരുന്നു, അത് തുറന്നു കാണിച്ചപ്പോൾ 78 വയസ്സുള്ള ഒരു അപ്പച്ചൻ, 78 വയസ്സ് തോന്നിക്കുന്ന ഒരു അപ്പച്ചൻ ഭ്രാന്തനായിട്ടിരിക്കുക. ഡിപ്രഷൻ വന്ന് കോൺട്രാക്ടറായിരുന്നു. തന്റെ 2ാമത്തെ കുഞ്ഞും ശരിയായിട്ടുള്ള രീതിയിലല്ല പിറന്നതെന്ന് മനസ്സിലായപ്പോ നാട്ടുകാരെല്ലാം കളിയാക്കാൻ തുടങ്ങി. ഈ മനുഷ്യൻ തകർന്നു പോയി, എല്ലാവരും കളിയാക്കുന്നു, പുച്ഛിക്കുന്നു. താൻ കട്ടെടുത്തത് കൊണ്ടാ, താൻ പറ്റിച്ച് ജീവിച്ചത് കൊണ്ടാ, നിന്റെ ജീവിതത്തിൽ ശാപോ, നിന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളാ എന്നൊക്കെ പറഞ്ഞപ്പോ ഈ മനുഷ്യൻ തകർന്നു പോയി, ഭ്രാന്തനായി പോയി. ഈ അമ്മച്ചി കഴിഞ്ഞ 40 വർഷമായിട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വേദനകളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് അച്ഛാ ഞാൻ വിളിച്ചതെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ അമ്മ ത്രേസ്യയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ് എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, അമ്മ ത്രേസ്യ പറഞ്ഞതുപോലെ ലവ് എന്താണെന്ന്, സ്നേഹം എന്താണെന്ന്, തൻ്റെ എളിമ എന്താണെന്ന്, പരിത്യാഗ പ്രവൃത്തി എന്താണെന്ന്, ഇന്ദ്രിയങ്ങളുടെ സംഗ്രഹം എന്താണ്, ഇന്ദ്രിയങ്ങളുടെ നിഗ്രഹം എന്താണെന്ന് ഈ അമ്മ എന്നെ പഠിപ്പിച്ചു. ഇന്നും ജീവിക്കുന്നവരുണ്ട്. ഈ അമ്മയുടെ പഠനങ്ങളെ ഇന്നും ജീവിക്കുന്നവരുണ്ട്. ഒന്നാമത് ഒരു പ്രാർത്ഥന ഞാൻ പറഞ്ഞു, ഞാൻ സമ്പത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, ഞാൻ അറിവിന് വേണ്ടി പ്രാർത്ഥിച്ചു, ഞാൻ എൻ്റെ ജീവിതത്തിലെ രോഗങ്ങൾ മാറാൻ ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോഴൊക്കെ ദൈവം എനിക്ക് തന്നതൊക്കെ എളിമയോടെ, സ്നേഹത്തോടെ, പരിത്യാഗ പ്രവൃത്തിയോടെ ഞാൻ സ്വീകരിച്ചു. ഈ അമ്മ ഒരു അമ്മ ത്രേസ്യയുടെ പഠനം പാലിച്ച് ഇന്നും ജീവിക്കുന്നവളാണ്. ഒരു പടി കൂടി നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകാൻ മാസ്കുകൾ ധരിച്ചവരാകാതെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു പടി കൂടി ആത്മാർത്ഥതയോടുകൂടി മുന്നോട്ട് പോകാനായിട്ടുള്ള കൃപ തരണമേ എന്ന് വിശുദ്ധ അമ്മ ത്രേസ്യയുടെ മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് ഈശോയുടെ തിരുനടയിൽ ഈശോയുടെ നാമം ജപിച്ചുകൊണ്ട് നമുക്ക് കടന്നു വരാം. അതിന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. വിശ്വാസികളുടെ പ്രാർത്ഥന. സ്നേഹമുള്ളവരെ, നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ച് പഠിക്കുകയായിരുന്നു, അനുഭവിക്കുകയായിരുന്നു. നമുക്ക് ദൈവകരങ്ങളിൽ ഈ അനുഭവത്തോടു കൂടി പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ ഓരോ പ്രാർത്ഥനയും വിശുദ്ധ അമ്മ ത്രേസ്യ വഴി ദൈവകരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ ഈശോയെ
എൻ്റെ പ്രാർത്ഥനകളെല്ലാം എൻ്റെ ജീവിതത്തിലും ഞാൻ ആഗ്രഹിക്കുന്നവരുടെ ജീവിതത്തിലും സഫലമാകുവാൻ കൂടെ ഉണ്ടാകണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ എളിയ പ്രാർത്ഥനകൾ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. കാരുണ്യവാനായ ദൈവമേ, തിരുസഭയെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയെ നയിക്കാനായി അങ്ങ് തിരഞ്ഞെടുത്ത് അനുഗ്രഹിച്ച പരിശുദ്ധ പിതാവ് ലിയോ 14 മാർപ്പാപ്പയെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷൻ അഭിമന്യ അലക്സ് മെത്രാനെയും ഡെന്നീസ് മെത്രാനെയും എല്ലാ വൈദികരെയും സമർപ്പിതരെയും ആത്മായ ശുശ്രൂഷകരെയും പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ നിറച്ച്